നമസ്കാരം. പ്രഭാത കേരളം ആരംഭിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വേളി ടൂറിസ്റ്റ് വില്ലേജിൽ നിന്നുകൊണ്ടാണ്. സമഗ്രമായ ഒരു വാർത്താ ദിനമാണ്. നിരവധി വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണ്. സംസ്ഥാനത്ത് ഗുണ്ടാബന്ധം, അതിൽ അവർക്കെതിരായ കർശന നടപടിയിലേക്ക് പോലീസ് സേന കടക്കുന്നു എന്ന പ്രധാനപ്പെട്ട സാഹചര്യം. ഒപ്പം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളെ സ്വാധീനിക്കുന്ന മറ്റു വാർത്തകളുമുണ്ട്. PT7 എന്ന കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന PT7 പിടിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക് ഇന്ന് ദൗത്യസംഘം നീങ്ങുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുണ്ട്. അരുൺ സക്കറി അവിടെ എത്തിയിരിക്കുന്നു, കുങ്കിയാനകൾ അവിടെ എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ഇന്നോ നാളെയോടുകൂടി PT7 കൂട്ടിലാക്കുമെന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് വയനാട്ടിലെ കടുവ ഭീതിയാണ്. ഒരു 2 കടുവയെ നമ്മൾ പിടികൂടി, അതിലൊരു കടുവ ചത്തിരുന്നെങ്കിലും രണ്ടാമത്തെ കടുവയെ കൂട്ടിലാക്കാൻ സാധിച്ചു. പക്ഷേ വീണ്ടും വയനാട്ടിൽ കടുവ ഭീഷണിയിൽ തന്നെയാണ്. ആ മേഖലയിലടക്കം CCTV ക്യാമറകൾ വനംവകുപ്പ് സ്ഥാപിച്ചു എന്നതും എടുത്തു പറയുന്നത്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ന്യൂസ് എയ്റ്റിനെ സംബന്ധിച്ചും നമുക്കൊരു അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മാധ്യമ ഇടപെടലിന്റെ ദിവസം കൂടിയാണ്. കാരണം കൊച്ചി നഗരത്തിലെ രാത്രികാല ജീവിതം, അതിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ പോലീസ് പട്രോളിംഗ് വളരെ ശക്തമാക്കി എന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനമുണ്ട്. ഇതടക്കം വളരെ വിശദമായ സമഗ്രമായ ഒരു ദിവസത്തെ വാർത്താ ചിത്രമാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രഭാത കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമ്മൾ തലക്കെട്ടുകൾ. സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാനത്തെ ഗുണ്ടാക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ എടുത്തു പറയാനുള്ളത്. സേനയ്ക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണല്ലേ. 2 ഡിവൈഎസ്പിമാർ ഉൾപ്പെടെ 12 പോലീസുകാർ ഇതിനോടകം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 3 പേരെ പിരിച്ചുവിട്ടിട്ടുമുണ്ട്. അതായത് അസാധാരണമായ രീതിയിലുള്ള ഗുണ്ടാ പോലീസ് ബന്ധം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നതാണ് ഈ നടപടികൾ സൂചിപ്പിക്കുന്നത് എന്നതാണ് സാഹചര്യം. എന്തായാലും തലസ്ഥാനത്താണ് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നത്. രഞ്ജിനി സൂചിപ്പിച്ച പോലെ 12 പേർക്കെതിരെയാണ് ഇതുവരെ നടപടി. ഇനിയും നടപടി ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നും ഉണ്ട്. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. തലസ്ഥാനത്തെ സംബന്ധിച്ച് രാവിലെ മുതൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളുടെ തുടക്കമാണ് ഉണ്ടാവുന്നത്. ഈ പോലീസ് സേനയിലെ ശുദ്ധീകരണമാണോ സർക്കാരിന്റെ ലക്ഷ്യം? ഗുണ്ടാ പോലീസ് ബന്ധം സംസ്ഥാനത്ത് ഒരു വലിയ വെല്ലുവിളിയായി മാറിയ ഒരു സാഹചര്യമുണ്ട്. അത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ നടപടി എന്നുകൂടിയാണ് അറിയുന്നത്. നമ്മൾ അറിയുന്നത് പ്രകാരമാണ് ഇന്നലെ വൈകിട്ട് തന്നെ ചില നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. ഇതുവരെ 12 പേർക്കെതിരെ നടപടി എന്നതാണ് റിപ്പോർട്ടുകൾ. എന്താണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇന്നും തുടർ നടപടികൾ ഉണ്ടാകുമോ? പോലീസ് സേനയിൽ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥർ പോലും ഈ ഗുണ്ടാ പോലീസ് ബന്ധത്തിന്റെ പേരിൽ നടപടി നേരിടുന്ന സാഹചര്യം ഉണ്ടാകുമോ? ഗുഡ് മോർണിംഗ് സജിത്ത് ആൻഡ് രഞ്ജിനി. ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ല ഈ ദിനം. കാരണം അവർക്ക് ഒട്ടും സന്തോഷിക്കാൻ വകയില്ലാത്ത വാർത്തകളാണ് പുലർച്ചെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയായിരുന്നു 3 ഒരു ഇൻസ്പെക്ടറെയും 2 സിവിൽ പോലീസ് ഓഫീസർമാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് ഉള്ള ഉത്തരവ് പുറത്തു വന്നത്. അതും ഇത്തരത്തിലുള്ള അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ തന്നെയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി D ശില്പയുടെ നിർദ്ദേശത്തെ തുടർന്ന് 5 ഉദ്യോഗസ്ഥരെ, അതായത് മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ 5 ഉദ്യോഗസ്ഥരെ കൂടി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഗോപകുമാർ, അനൂപ് കുമാർ, ജയൻ കുമാർ, സുധി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തതായി നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഇതോടെ തലസ്ഥാന ജില്ലയിൽ മാത്രം ഗുണ്ടാബന്ധം ആരോപിച്ചും ഒപ്പം തന്നെ ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധം ആരോപിച്ചും അച്ചടക്ക ലംഘനം ആരോപിച്ചും ഇങ്ങനെ വിവിധങ്ങളായ കൃത്യവിലോപങ്ങളുടെ പേരിൽ ഇങ്ങനെ സസ്പെൻഷനിലായുകയും പിരിച്ചുവിടപ്പെടുകയും ചെയ്ത ഉദ്യോഗസ്ഥരുടെ എണ്ണം
12 ആയിരിക്കുകയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടായേക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ സർക്കാരിനെ സംബന്ധിച്ച ഇതൊരു മുഖച്ഛായ, അതായത് സർക്കാരിന്റെ ഒരു മുഖം രക്ഷിക്കുന്ന, ഒരു പോലീസിന്റെ മുഖം രക്ഷിക്കുന്ന ഒരു നടപടി കൂടിയായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദ്രുതമായി എടുത്തുകൊണ്ടിരിക്കുന്ന ഈ തീരുമാനങ്ങൾ വ്യാഖ്യാനിക്കപ്പെടും. കാരണം മാധ്യമങ്ങളുടെ വലിയ തരത്തിൽ പോലീസുമായി ക്രിമിനൽ സംഘങ്ങൾക്കുള്ള ബന്ധങ്ങൾ വാർത്തയായ പശ്ചാത്തലത്തിലാണ് സേനയ്ക്ക് ആകെ അവമതിപ്പുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയുമായി മുമ്പോട്ട് വരാൻ സർക്കാരും ഒപ്പം തന്നെ പോലീസ് വകുപ്പും നിർബന്ധിതരായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടികൾ കുറ്റക്കാർക്കെതിരായ ഉദ്യോഗസ്ഥർക്കെതിരെ വീണ്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിവരം. ആ അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണറോട് കടുത്ത നടപടികളിലേക്ക്, അതായത് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ, ഇത്തരത്തിൽ തെറ്റായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സജിത്ത്, തീർച്ചയായും ഡാനാണ് അവിടെ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൃത്യമായ നടപടികളിലേക്ക് പോലീസ് സേന കടക്കുന്നു, സർക്കാർ കടക്കുന്നു. എല്ലാ കാലത്തും ഈ സേനയായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിവാദങ്ങൾ, അതിനെല്ലാം മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അടക്കം വലിയ തോതിൽ പിഴകേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സേനയുടെ മുഖം രക്ഷിക്കുക എന്നൊരു ലക്ഷ്യം കൂടി സർക്കാരിന് സ്വാഭാവികമായും ഈ വിഷയത്തിലുണ്ടല്ലോ. എന്തായാലും ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാർ സൂക്ഷിക്കേണ്ട ഒരു സമയത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു, നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു. അങ്ങനെ ഈ നടപടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഡാൻ പങ്കുവച്ചത്. ഡാൻ, മറ്റൊരു കാര്യം, ഈ ഗുണ്ടാ തലവന്മാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൂടി ഉണ്ടല്ലോ. സ്വാഭാവികമായും ഈ ഓം പ്രകാശും പുത്തൻപാലം രാജേഷും ഒക്കെ ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം ഇവർ ചില സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ CPI നേതാവിന്റെ മകളുമായൊക്കെ ഫോണിൽ ബന്ധം പുലർത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകളും നമ്മൾ പുറത്തുവിട്ടിരുന്നു. എന്താണ് ഇതിലൊരു നടപടി? ഇവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ഊട്ടിയിലും ഡൽഹിയിലും ഒക്കെ ഇവരുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും രഞ്ജിനി, ഓം പ്രകാശും പുത്തൻപാലം രാജേഷും ഉൾപ്പെടെയുള്ള ഗുണ്ടാ നേതാക്കൾക്ക് വേണ്ടി ചെന്നൈയും ഊട്ടിയും ഡൽഹിയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സിറ്റി പോലീസിന്റെ പ്രത്യേക സംഘം, ക്രൈം സ്ക്വാഡാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇവരെ എവിടെയാണ് എന്നതിനെക്കുറിച്ചൊരു സൂചനകൾ ഈ പരിശോധന നടത്തുന്ന സംഘത്തിന് ലഭിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പക്ഷേ അവർ കീഴടങ്ങാൻ സന്നദ്ധരായി മുമ്പോട്ട് വന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് അഭിഭാഷകർ മുഖേനയാണ് അതിന് നീക്കം നടത്തിയത്. പക്ഷേ അത്തരത്തിൽ കീഴടങ്ങാൻ അവസരമൊരുക്കി നൽകിയാൽ കീഴടങ്ങുന്നവർക്ക് ലഭിക്കുന്ന നിയമപരിരക്ഷകൾ ഓം പ്രകാശിനും പുത്തൻപാലം രാജേഷിനുമൊക്കെ നൽകേണ്ട ഒരു സാഹചര്യം വരും. അതവർക്ക് ലഭിക്കുകയും ചെയ്യും. ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അവരെ നേരിട്ട് പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സിറ്റി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമം വിജയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. കാരണം അവർ എവിടെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. രഞ്ജിത്ത്, ഞാൻ ഒരു കാര്യം കൂടി, അതായത് ഈ പോലീസ് അല്ലെങ്കിൽ ഗുണ്ട രാഷ്ട്രീയ ബന്ധം പലപ്പോഴും ഇത്തരത്തിലുള്ള നടപടിയെടുക്കുന്നതിന് തടസ്സമാവാറുണ്ട്. സ്വാഭാവികമായും ഭരണകക്ഷിയും ഒപ്പം തന്നെ ഈ ഗുണ്ട ഇടപെടലുകളും ഒക്കെ പലപ്പോഴും ചർച്ചയായിട്ടുള്ളതാണ്. കേരളം മാറി മാറി ഭരിച്ച പാർട്ടികളൊക്കെ അതിന്റെ ആ വിവാദത്തിന്റെ ഭാഗമായിട്ടുള്ളതുമാണ്. ഇപ്പോഴത്തെ ഈ പോലീസിലെ ശുദ്ധീകരണ നടപടികൾക്ക് ഒരു പൊളിറ്റിക്കൽ വിൽ ആ തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം കൂടി ഈ നടപടിക്ക് പിന്നിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുമോ? സജിത്ത്, വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള നടപടികളിലേക്ക്, അതായത് ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് തണലൊരുക്കുന്നത്, സംരക്ഷണം ഒരുക്കുന്നത് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ തന്നെയായിരിക്കും. കാരണം അവരുടെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി മറ്റു തരത്തിലുള്ള ആയുധമായ സഹായങ്ങൾ ഉൾപ്പെടെ ചെയ്തു നൽകുന്നതിൽ ഈ ഗുണ്ടാ സംഘങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾക്കെതിരായിട്ട് കൃത്യമായ നടപടിയെടുക്കാൻ മാറി മാറി വന്ന സർക്കാരുകൾ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നതാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ തഴച്ച് വളരാൻ, അതായത് തലസ്ഥാന ജില്ലയിൽ പോലും ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ ഗുണ്ടാ ആക്രമണങ്ങളും മറ്റും പെരുകുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത് കൃത്യമായ നടപടികൾ വേണ്ട സമയത്ത് ഇവർക്കെതിരെ എടുക്കാൻ കഴിയാതെ പോയത് തന്നെയാണ്. ആ ഒരു നടപടിയാണ്, അസാധാരണമായ ഒരു നടപടിയാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത്. അതായത് ഈ ഗുണ്ടാ ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എന്ന് പറയുമ്പോൾ അത് സാധാരണ സിവിൽ പോലീസ് ഓഫീസർമാർക്കെതിരെയല്ല, ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു റേഞ്ചിന്റെ ഒരു ചുമതല വഹിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ
ഈ ഒരു ഗുരുതര കുറ്റം ആരോപിച്ചുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാൻ നിർബന്ധിതരാകുമ്പോൾ അത് കൃത്യമായ ഒരു സന്ദേശം തന്നെ സേനയ്ക്ക് നൽകുകയാണ്. ഇനി ഇത്തരത്തിലുള്ള നടപടികൾ വെച്ചുപൊറുപ്പിക്കാനാവില്ല. അച്ചടക്ക ലംഘനം ഉണ്ടായാൽ ഗുരുതരമായ നടപടികൾ നേരിടേണ്ടി വരും. നമുക്കറിയാം, ഇന്നലെ സസ്പെൻഷനിലായ ഡിവൈഎസ്പി, തിരുവനന്തപുരം റൂറൽ ഡിവൈഎസ്പി ആയിട്ടുള്ള KJ ജോൺസണെതിരെ ഉയർന്നു വന്ന ആരോപണം അത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. കാരണം മകളുടെ ബർത്ത്ഡേ പാർട്ടി സ്പോൺസർ ചെയ്തത് ഒരു ഗുണ്ടാ സംഘമായിരുന്നു എന്ന് പറയുമ്പോൾ എത്തരത്തിലേക്ക് ആ ബന്ധം വ്യാപിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി തന്നെ അത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ ഈ ഒരു നടപടി ആ പോലീസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുമെന്ന കൃത്യമായ വിലയിരുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് വൈകിയാണെങ്കിലും ഈ ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങൾക്കെതിരെ, കൃത്യവിലോപനങ്ങൾക്കെതിരെ കർശനമായ നടപടിയുമായി രംഗത്തെത്താൻ പോലീസ്, ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രി ഓഫീസൊക്കെ നിർബന്ധിതരായിരിക്കുന്നത്. സജിത്, തീർച്ചയായും അസാധാരണ നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഡാൻ സൂചിപ്പിക്കുന്ന പ്രകാരമാണ്. അതെ, ഡാൻ സൂചിപ്പിക്കുന്ന പ്രകാരമാണ് ഇവരൊക്കെയാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം നിയന്ത്രിച്ചിരുന്നതോ എന്നത് പറയുമ്പോൾ രണ്ട് ഡിവൈഎസ്പിമാർ അടക്കമുണ്ട്, ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെടുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുന്നു. പിരിച്ചുവിടൽ നടപടികൾ പുരോഗമിക്കുകയാണ്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും. അതായത് വകുപ്പുതല അന്വേഷണമൊക്കെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് നടപടി. അപ്പോൾ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥർ, അല്ലെ ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥർ ഇനിയും എത്രയോ ഉണ്ട് എന്ന വളരെ ഗുരുതരമായ ഒരു സാഹചര്യം സംസ്ഥാന പോലീസ് സേനയ്ക്കുള്ളിലുണ്ട്. അതിന്റെ ഒരു പൊതുചിത്രമാണ് ഡാൻ കുര്യൻ പങ്കുവച്ചത്. ഡാൻ, എന്തായാലും നന്ദി. എന്തായാലും ഡാൻ തിരുവനന്തപുരം തലസ്ഥാനത്തിന്റെ വാർത്താ ചിത്രവുമായി ഇനിയും മുന്നിലുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പം നമ്മൾ പോകുന്നത് ഇനി അങ്ങോട്ടാണ്. നമ്മളെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു റിപ്പോർട്ടിലേക്കാണ്. ഈ പോലീസ് സേനയുമായൊക്കെ ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെ. ഈ കൊച്ചിയിൽ രാത്രികാല ജീവിതം അതെല്ലാവരുടെയും ആവശ്യമാണ്. സ്ത്രീകൾക്കായാലും ഈ പുരുഷന്മാരെ പോലെ തന്നെ ഇറങ്ങി നടക്കണം. ആ രാത്രികാലത്തും ഇറങ്ങി നടക്കണം. കൊച്ചി വളർന്നുകൊണ്ടിരിക്കണം, മെട്രോ സിറ്റിയാണ്. അപ്പോൾ ആ രാത്രികാല യാത്ര അത്ര സുരക്ഷിതമല്ല. പല രീതിയിലുള്ള ആശങ്കകളും ഉണ്ടായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസൊക്കെ കൊച്ചിയിലാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ചില ആശങ്കകൾ നമ്മൾ പങ്കുവച്ചിരുന്നു. പ്രേക്ഷകരിലേക്ക് ആ റിപ്പോർട്ട് എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൽ നമ്മളെ സംബന്ധിച്ച് അഭിമാനകരം എന്ന് പറയാൻ സാധിക്കുന്നതിൽ ഫലം കണ്ടിരിക്കുന്നു ആ വാർത്ത. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ അതിൽ നടപടിയെടുത്തിരിക്കുന്നു. രാത്രികാല പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. റിപ്പോർട്ട് കാണാമല്ലേ? കഴിഞ്ഞ ദിവസം പോലീസ് പട്രോൾ ടീം കൊച്ചി നഗരത്തിലൂടെ രാത്രികാല പരിശോധന നടത്തിയിരുന്നു. കൊച്ചി നഗരത്തിൽ സ്ത്രീകളുടെ രാത്രിയിലെ യാത്ര സുരക്ഷിതമാണോ എന്നറിയാനായിരുന്നു അന്വേഷണം. ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിക്ക് പലയിടത്ത് വെച്ചും ദുരനുഭവമുണ്ടായി. ഞങ്ങൾ പരിശോധന നടത്തിയ ഒരിടത്തും പോലീസ് സംഘത്തെയും കണ്ടില്ല. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഇടപെടൽ. നഗരത്തിൽ രാത്രികാല പോലീസ് പട്രോളിംഗ് ശക്തമാക്കുമെന്ന് കമ്മീഷണർ കെ സേതുരാമൻ പറഞ്ഞു. നമ്മുടെ മാക്സിമം ടൈം എന്ന് പറഞ്ഞാൽ വിത്തിൻ 5 മിനിറ്റ്സ് ഞങ്ങൾ സ്പോട്ടിലെത്തിയിരിക്കും. ഒരു സംശയമാണ്. പട്രോളിംഗ് എന്തായാലും ശക്തമാകും. പെട്രോളിംഗ് ഉണ്ട്. നമ്മുടെ പോലീസ് ഏത് സമയത്ത് എല്ലാ സ്ഥലത്തും ഉണ്ട്. രാത്രി സമയത്ത് കൊച്ചിയിലെ എല്ലായിടത്തും പോലീസിന്റെ സാന്നിധ്യമുണ്ടെന്നും 112 വിളിച്ചാൽ 5 മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്തുമെന്നും കമ്മീഷണർ അറിയിച്ചു. എറണാകുളം നോർത്ത് സൌത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്നും ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കോ ബസ് സ്റ്റാൻഡിലേക്കോ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ആർക്കെങ്കിലും നേരെ ആക്രമണം ഉണ്ടായാൽ പോലീസിന്റെ കൺട്രോൾ റൂം നമ്പറായ 112 വിളിക്കാം. ഉടൻ പോലീസ് എത്തുകയും ചെയ്യും. നടപടിയും ഉണ്ടായേക്കാം. പക്ഷേ ആക്രമണങ്ങൾ തടയാനുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ടത്. കൊച്ചിയിൽ നിന്നും ടോം ഗ്രിയാക്കോസ്, ന്യൂസ് 18. അപ്പൊ നമ്മള് കൊച്ചിയുടെ പൊതുചിത്രത്തിൽ അവിടുത്തെ സുരക്ഷയൊരുക്കാനുള്ള ഒരു മാധ്യമ ഇടപെടലിന്റെ ഒരു സംതൃപ്തി നമുക്ക് മുന്നിലുമുണ്ട്. ഇനി നമ്മൾ പോകുന്നത് കടുവയും ആനയും ഒക്കെ നിറയുന്ന ഒരു ലോകത്തേക്കാണ്, നേരെ പാലക്കാട്ടേക്ക്. ഈ വാർത്താ പ്രഭാതത്തിൽ നമുക്ക് ഈ PT7 പ്രസാദമില്ലാതൊരു കുറച്ച് ദിവസങ്ങളായിട്ട് ഇവര് തന്നെയാണ് വാർത്താ പ്രഭാതത്തിലെ താരങ്ങൾ.
പ്രസാദ് അവിടെ നിന്നും ചേരുന്നുണ്ട്. മൂന്നാമത്തെ കുങ്കിയാനെ അവിടെ എത്തിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അരുൺ സക്കറിയ എന്ന് വരും, ദൌത്യസംഘ തലവൻ എന്ന് വരും എന്നുള്ള ആശങ്കയായിരുന്നു. അരുൺ സക്കറിയയും അവിടെ എത്തിയിരിക്കുന്നു. PT7 ഉടൻ പിടികൂടുമെന്ന റിപ്പോർട്ടുകളാണ് പാലക്കാട് നിന്നും അവസാനമായി പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പ്രസാദ് പങ്കുവെക്കാം. പ്രസാദ്, ഏറ്റവും പ്രധാനം ഈ അരുൺ സക്രിയ വരുന്നു, മറ്റൊരു കുങ്കയാനെ കൂടി അവിടെ എത്തിക്കുന്നു. അപ്പം ദൌത്യസംഘം ഒരു പൂർണ്ണ സജ്ജമായി ഈ ദൌത്യത്തിലേക്ക് ഇറങ്ങുന്നു എന്നതല്ലേ അതിന്റെ ഒരു സൂചന. നമുക്ക് ഈ ദൌത്യത്തിന്റെ ഒരു പൂർത്തീകരണം ഇന്നലെ തന്നെ നമ്മൾ ഇക്കാര്യങ്ങൾ സംസാരിച്ചതാണ്. അത് എപ്പോഴേക്ക് ഈ ആശങ്ക പരിഹരിക്കുന്ന വിധത്തിൽ PT7 മയക്ക് വെടിവെച്ച് പിടിക്കാൻ അതിന് ദൌത്യം പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു? എന്താണ് ഇന്നത്തെ ഒരു നടപടികൾ? നമ്മൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഗുഡ് മോർണിംഗ് സജിത്, രഞ്ജിനി. ഇപ്പോൾ ദൌത്യസംഘം മുഴുവൻ ടീമുകളും എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി. അതോടൊപ്പം തന്നെ ഒരു കുങ്കിയാന കൂടി എത്തിയിട്ടുണ്ട്. 3 കുങ്കിയാന ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ദൌത്യത്തിലേക്ക് കടക്കുക. അതിൽ പ്രധാനമായ കാരണം, സാധാരണഗതിയിൽ വയനാട് കഴിഞ്ഞ ദിവസം ആനയെ പിടികൂടിയത് ഒരു കുങ്കിയാനയെ ഉപയോഗിച്ചായിരുന്നു. പക്ഷേ ഇവിടെ 3 കുങ്കിയാന വേണം എന്നതാണ് ദൌത്യസംഘം ആവശ്യപ്പെടുന്നത്. കാരണം അത്രത്തോളം ഈ PT7 ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ദൌത്യം പൂർത്തിയാക്കാൻ ഏതെങ്കിലും തരത്തിൽ അപകട സാധ്യതകളെല്ലാം തന്നെ ഒഴിവാക്കുന്നതിനും അതിന്റെ സുരക്ഷിതത്വത്തിനു കൂടി വേണ്ടിയാണ് 3 കുങ്കിയാനയെ ഉപയോഗിക്കുന്നത്. എന്തായാലും കുങ്കിയാനയെ ഇറക്കുന്നത് സംബന്ധിച്ചുള്ള ഇന്നലെ ഉത്തരവ് അല്പം വൈകിയിരുന്നു. എന്തായാലും വൈകിട്ടോടുകൂടി തന്നെ അതിന്റെ അനുമതി കിട്ടിക്കഴിഞ്ഞു. രാത്രിയോടുകൂടി വയനാട്ടിൽ നിന്ന് വന്ന് ഇന്ന് പുലർച്ചയോടുകൂടി കുങ്കിയാന സുരേന്ദ്രൻ ഇന്നും എത്തിയിട്ടുണ്ട്. മറ്റ് 2 കുങ്കിയാനകൾ നേരത്തെ തന്നെ ഇവിടെ വന്നിരുന്നു. ഇന്ന് രാവിലെ നടക്കുന്നത് ഇവരുടെ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള യോഗമാണ്. യോഗത്തിന് ശേഷം അവരുടെ അവലോകനം, ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും എല്ലാം തന്നെ അവലോകനം ചെയ്യും. പിന്നീട് സ്ഥല പരിശോധന നടത്തും. PT7 ഉള്ള സ്ഥലത്ത് എവിടെയാണ് PT7 ഉള്ളത് ആ പ്രദേശങ്ങളെല്ലാം തന്നെ പരിശോധന നടത്തുകയും എവിടെ വെച്ച് മയക്കുവെടി വെക്കണം എന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അത് സംബന്ധിച്ചുള്ള എല്ലാം തീരുമാനമെടുക്കും. ഈ വയനാട്ടിൽ നിന്നും 26 പേരടങ്ങുന്ന ദൌത്യസംഘമാണ് വരുന്നത്. അതോടൊപ്പം ഇവിടെ നിന്ന് ധോണിയിലെയും പാലക്കാട്ടെയും ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി 60ഓളം പേരെയും നിയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി ഏതെല്ലാം സ്ഥലങ്ങളിൽ അവരെ വിന്യസിക്കണം, അത്തരം കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുക. ഈ ആനയെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ അത് ഏറെ ദൂരം ഓടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന്റെ ആരോഗ്യസ്ഥിതിയും അതിന്റെ സ്വഭാവം അനുസരിച്ചാണ് അത് എത്ര ദൂരം ഓടുക എന്നുള്ളത്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് 30 മിനിറ്റ് സമയമെങ്കിലും ചിലപ്പോൾ അത് മയങ്ങുന്നതിന് വേണ്ടി സമയമെടുത്തേക്കാം. ആ 30 മിനിറ്റിനകം ഈ ആന ഒരുപക്ഷെ ഓടുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലേക്ക് മാറുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം സുരക്ഷിതത്വം ഒരുക്കണം. പരമാവധി ജനവാസ മേഖല ഒഴിവാക്കി വേണം ആ ദൗത്യം ചെയ്യാൻ. ഇപ്പോൾ ആന നിൽക്കുന്നത് നമ്മൾ ഈ കാണുന്ന ധോണി ഫോറസ്റ്റ് സ്റ്റേഷന്റെ ഓട് ചേർന്ന് കിടക്കുന്ന ഒരു വനപ്രദേശത്തിനോട് സമീപത്താണ്. അതുകൊണ്ട് തന്നെ അത്ര ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. ഇന്നലെ PT7 ഇറങ്ങി, കഴിഞ്ഞ 2 രാത്രികളിലും PT7 ഇറങ്ങിയിരുന്നില്ല. വനംവകുപ്പ് അത്രത്തോളം RRT ടീം അത്രത്തോളം അതിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. പുറത്തേക്ക് പോകാൻ കഴിയാത്ത തരത്തിൽ അതിനെ നിരീക്ഷിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇനി ഈ ഒരു ദൗത്യം പൂർത്തിയാക്കേണ്ട സ്ഥലം കണ്ടെത്തുക, അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അതെല്ലാം ഇന്ന് രാവിലത്തെ അവലോകന യോഗത്തിൽ ഉണ്ടാകും. അതിനുശേഷമാണ് നാളെ അല്ലെങ്കിൽ ഞായറാഴ്ച, മിക്കവാറും നാളെ തന്നെ മയക്കുവെടി വെക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അതിനുള്ള തീരുമാനങ്ങളായിരിക്കും ഉണ്ടാകുക. എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചു വരുന്ന ഒരു ദുരിതമായിരുന്നു PT7 എന്ന് പറയുന്നത്. അവരുടെ കൃഷി നശിപ്പിക്കുന്നു, അവരുടെ നിർമ്മിതികൾ, അതായത് മതിലുകളും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുന്നു. ആളുകൾക്ക് രാത്രി പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു. അതിനെല്ലാം ഒരു ആശ്വാസം ഈ PT7 പിടികൂടുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നേരത്തെ തന്നെ കൂട് തയ്യാറായതാണ്. ആ കൂടിന്റെ ബലപരിശോധന കൂടി ഇന്ന് ഡോക്ടറുടെ നേതൃത്വത്തിൽ ഉണ്ടാകും. അതോടൊപ്പം ഈ ആനയെ 3 കുങ്കിയാനകൾ ഉപയോഗിച്ചുള്ള പട്രോളിംഗ് ഉണ്ടാകും. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് രാവിലെ ഉണ്ടാകും. പ്രസാദാണ് വിശദാംശങ്ങൾ നൽകുന്നത്. എന്തായാലും നാളെയോടുകൂടി ഈ ധോണി നിവാസികളുടെ PT7 എന്ന ആശങ്കയ്ക്ക് ഒരു പരിഹാരമുണ്ടാകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. പ്രസാദ്, ഇതിൽ ഒരു കാര്യം കൂടി, പ്രസാദ് ഇപ്പോൾ നിൽക്കുന്നത് ഫോറസ്റ്റ് സ്റ്റേഷനോട് ചേർന്നുള്ള ആ ഭാഗത്താണല്ലോ. ആ വനപ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ PT7 തമ്പടിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇവിടെ വെച്ച് തന്നെയായിരിക്കുമോ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ മയക്കുവെടി വെക്കുക? പ്രത്യേകിച്ചും ഈ ധോണി ജനവാസ മേഖലയാണ്. പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മയക്കുവെടിയേറ്റാൽ ആന പരിഭ്രാന്തനായി ഓടാനടക്കം സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാട് തന്നെയായിരിക്കുമോ ഇവരുടെ ഈ ദൌത്യ സംഘത്തിന്റെ ലക്ഷ്യം? അവിടെ വെച്ച് തന്നെയായിരിക്കുമോ വെടിവെക്കുക?
ഇതിനോട് സമീപത്തുള്ള പ്രദേശത്ത് വെച്ച് തന്നെയാണ് മയക്കുവെടി വെക്കാനുള്ള തീരുമാനം എടുക്കുക. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അരമണിക്കൂറെങ്കിലും സമയമെടുക്കും ഈ ആന മയങ്ങി നിൽക്കുന്നതിന് വേണ്ടി. അപ്പോൾ അത് അത്രയും ദൂരം ഈ ഒരു സമയത്തിനുള്ളിൽ ആന സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ജനവാസ മേഖല ഒഴിവാക്കിയുള്ള അതിൽ വളരെ ചെരിവായ സ്ഥലങ്ങൾ ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ അരുവികളോ പുഴകളോ ഉണ്ടെങ്കിൽ അതിൻ്റെ തീരത്തു നിന്നെല്ലാം തന്നെ ഒഴിവാക്കണം. അത്തരമൊരു വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ച് വേണം ഇത് ചെയ്യാനുള്ളത്. അത് എവിടെ വെച്ച് വേണം എന്ന് സംബന്ധിച്ചുള്ള പരിശോധനകളാണ് ഇന്ന് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ നടക്കുക. രാവിലത്തെ അവലോകന യോഗത്തിന് ശേഷം ഇവർ ഈ സ്ഥല പരിശോധനകളെല്ലാം തന്നെ നടത്തും. അതോടൊപ്പം തന്നെ ഈ ആനയെ 3 കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള പെട്രോളിംഗ് നടത്തേണ്ടതുണ്ട്. ഇതിന്റെ ഒരു സൗകര്യം നേരത്തെ ഈ ആന തമ്പടിച്ച് നിൽക്കുന്ന സ്ഥലത്ത് മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ഒരു വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഗുണം ഈ ആളുകൾ ഈ ഒരു ദൗത്യം അറിഞ്ഞ് നിരവധി ആളുകൾ ഒരുപക്ഷെ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് നിയന്ത്രിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പം. മറ്റൊന്ന് ഇവിടെ ഈ ധോണിയിലെ ഈ ഇവിടുത്തെ കൂട്ടിലേക്ക് കൊണ്ടുവരാനും കുറച്ചുകൂടി അവർക്ക് സൗകര്യപ്രദമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ വെച്ച് ദൗത്യം പൂർത്തിയാക്കാനായിരിക്കും, ദൗത്യം നടത്താനായിരിക്കും ഏറെക്കുറെ പരമാവധി ശ്രമിക്കുക. എന്തായാലും പാലക്കാട്ടെ ആ ദൗത്യം വിജയകരമാവട്ടെ, ആശങ്ക പരിഹരിക്കപ്പെടട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. നമ്മളപ്പം പാലക്കാട് നിന്നും വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട് പൂതാടിയിൽ അവിടെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അവിടെ ഇപ്പോൾ കൂടുകൾ സ്ഥാപിക്കുന്ന അടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. രതീഷ് വാസുദേവനാണ് വയനാട് നിന്നും ചേരുന്നത്. രതീഷ്, നമ്മൾ വയനാട്ടെ ആശങ്കകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. വീണ്ടും കടുവ എന്ന ഒരു വലിയ ആശങ്ക ആ മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ടോ? എന്താണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ, എങ്ങനെ പുരോഗമിക്കും? ഗുഡ് മോർണിംഗ് രഞ്ജിനി, സജിത്. എന്തായാലും പൂതാടി പഞ്ചായത്തിൽ വീണ്ടും കടുവയുടെ ആശങ്കയുണ്ടായിരിക്കുന്നു. പരപ്പനങ്ങാടിയിലാണ് കഴിഞ്ഞ ദിവസം ഒരു ആദിവാസി യുവാവിനെ രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ കടുവ ആക്രമിക്കാൻ ശ്രമിച്ചത്. അയാൾ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. തുടർന്ന് നാട്ടുകാർ ഉൾപ്പെടെ പ്രദേശത്തെത്തി, വനംവകുപ്പെത്തി. ഇപ്പോൾ വനംവകുപ്പ് ഈ കടുവയെ പിടികൂടുന്നുള്ള പ്രാഥമിക നടപടി എന്ന നിലയിൽ 4 ക്യാമറകൾ ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. കടുവയുടെ സാന്നിധ്യം കണ്ട പ്രദേശത്ത് ഈ ക്യാമറ ദൃശ്യങ്ങൾ അനുസരിച്ചായിരിക്കും വരും ദിവസങ്ങളിൽ ഇതിനെ കൂടുവെച്ച് കൂടാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതിയുള്ളതാണോ, അല്ലെങ്കിൽ മയക്കുവെടി വെക്കേണ്ട വേറെ തരത്തിലുള്ള ആരോഗ്യ സംവിധാനമുള്ള നല്ല ആരോഗ്യമുള്ള കടുവയാണോ തുടങ്ങിയ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഈ ദൃശ്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതിന്റെ പ്രാഥമിക നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ 4 ക്യാമറകൾ സ്ഥാപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ കടുവയുടെ സഞ്ചാരപാത മനസ്സിലാക്കി വിവിധ പ്രദേശങ്ങളിൽ കൂട് സ്ഥാപിക്കാനുള്ള സാധ്യത. എന്തായാലും ഈ ജനവാസ പ്രദേശത്ത് കടുവ ഇറങ്ങുന്നത്, വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ കടുവ ഇറങ്ങുന്നത് സാധാരണക്കാരുടെ ജീവിതം വല്ലാത്ത രീതിയിൽ ഉപജീവനത്തെ ഉൾപ്പെടെ ബാധിക്കുന്നുണ്ട് എന്നത് ശരിയാണ്. എന്തായാലും വനംവകുപ്പ് പ്രായോഗികമായി ചെയ്യാവുന്ന നടപടി എന്ന നിലയിലാണ് ഇത്തരത്തിൽ ക്യാമറകൾ സ്ഥാപിക്കുകയും പിന്നീട് മൂട് വെക്കുകയും, അല്ലെങ്കിൽ അക്രമകാരിയാണ് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും വയനാട്ടിൽ ഇത് വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നത് തുടർക്കഥയാവുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് സാധാരണ ജനങ്ങളുടെ ഒക്കെ തന്നെ ദൈനംദിന ജീവിതത്തെയും കൂടി ബാധിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ക്യാമറ ദൃശ്യങ്ങൾ ഇന്നലെ വച്ചിട്ടുണ്ട്. ഇതിനനുസരിച്ചായിരിക്കും വരും ദിവസങ്ങളിൽ കൂട് സ്ഥാപിക്കുകയും കടുവയെ പിടികൂടാനും മറ്റുമുള്ള നടപടികൾ പുരോഗമിക്കുക. ശരി, വയനാട്ടിൽ നിന്നും രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. വയനാട്ടിൽ കടുവ, പാലക്കാട് PT-7. പക്ഷേ ഇടുക്കിയിലേക്ക് വരുമ്പോഴും അവിടെയും മാനശല്യമാണ്. അവിടെ അരിക്കൊമ്പനുണ്ട്, ചക്കക്കൊമ്പനുണ്ട്. അങ്ങനെ ഇടുക്കിയുടെ ഈ ജനവാസ മേഖലയിലടക്കം ഇങ്ങനെ കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട്. നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന റിപ്പോർട്ട് അരിക്കൊമ്പനെ പറ്റിയാണ്. ഈ അരിക്കൊമ്പൻ എന്ന പേര് വരാൻ കാരണം തന്നെ അവിടെ എത്തുകയും റേഷൻ കടയിൽ നിന്ന് അരിയെടുത്ത് കഴിക്കുകയും ചെയ്യുന്ന ഒരു ആനയാണ്. ഈ ശാന്തൻപാറ മേഖലയിൽ കഴിഞ്ഞ ദിവസവും ഈ അരിക്കൊമ്പൻ എത്തിയിട്ടുണ്ട്. റേഷൻ കട തകർത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. ചില്ലിക്കൊമ്പനും പടയപ്പയ്ക്കും മൊട്ടവാലനും ചക്കക്കൊമ്പനും പിന്നാലെ ഹൈറേഞ്ച് നിവാസികളുടെ ഉറക്കം കെടുത്തുകയാണ് അരിക്കൊമ്പൻ. തോട്ടം തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട റേഷൻ വിഹിതം പോലും കാട്ടാനകൾ ഇല്ലാതാക്കുന്ന അവസ്ഥയാണ്. കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന റേഷൻ അരിയും അകത്താക്കി. കൈ കൊണ്ടിളക്കിയ ഈ കല്ല് താഴെ പോകും. പിന്നെ ഒരു ആന വന്നിരുന്നാൽ എന്താ എന്റെ ഉറപ്പ്? ഇനി അത്യാവശ്യം വേണം എന്നാണ് ചോദിച്ചാൽ ഈ കെട്ടിടം ഒന്നെങ്കിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ ഒരു കാര്യം. ഇത് 6ാമത്തെ തവണയാണ് ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത്. ചൂണ്ടൽ സ്വദേശി ആന്റണിയാണ് 26 വർഷമായി ഈ റേഷൻ കട നടത്തുന്നത്. എത്ര തവണ കാട്ടാന ആക്രമണമുണ്ടായി എന്ന് കണക്കില്ല. ഓരോ തവണയും കാട്ടാന കട തകർക്കുമ്പോൾ
അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും തുറക്കും. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി പുതിയ റേഷൻ കട നിർമ്മിച്ചു നൽകാൻ ആലോചിക്കുന്നതായും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന് മാത്രമായി RRT യൂണിറ്റ് അനുവദിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു. ഞാൻ നിരവധി തവണ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു RRT ടീമിനെ ഞങ്ങൾക്ക് പ്രത്യേകമായി വിട്ടുതരണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അടിയന്തരമായി ഈ ആനശല്യത്തിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ വലിയ പ്രക്ഷോഭവുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. 2 ആഴ്ച മുൻപ് ഇതേ കൊമ്പൻ തോണ്ടിമലയിൽ 2 വീടുകൾ തകർത്തിരുന്നു. മതികെട്ടാൻ ചോലയിലെ അപകടകാരികളായ ചില്ലിക്കൊമ്പനും ചക്കക്കൊമ്പനുമൊക്കെ മാസങ്ങളായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുണ്ട്. കുട്ടിയാനകൾ ഉൾപ്പെടുന്ന കാട്ടാനക്കൂട്ടങ്ങളും തോട്ടം മേഖലയിലേക്ക് ഇറങ്ങുന്നതും പതിവാണ്. ന്യൂസ് 18 നെടുങ്കണ്ടം. അതാണ് ഇടുക്കിയുടെ ഒരു ചിത്രം. ഇടുക്കിയുടെ ആശങ്ക, പാലക്കാടിന് സമാനമായ ആശങ്ക ഇടുക്കിയിലും നിലനിൽക്കുന്നു എന്നതാണ്. എന്തായാലും ഈ ആശങ്കകളും ഒക്കെ പരിഹരിക്കപ്പെടട്ടെ, വന്യമൃഗങ്ങളൊക്കെ സുരക്ഷിതരാവട്ടെ, ഒപ്പം പൊതുജനങ്ങൾ അതിനേക്കാൾ സുരക്ഷിതരായി ജീവിക്കട്ടെ, അത്തരം ഒരു സാഹചര്യം ഒരുങ്ങട്ടെ എന്ന് നമുക്കും ആശ്വസിക്കാം. എന്തായാലും സംസ്ഥാനത്തും ഒപ്പം തന്നെ കേന്ദ്രത്തിലും ഒരു ബജറ്റ് കാലമാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പം ബജറ്റ് വാർത്തകളുണ്ട്, ഒപ്പം തന്നെ പത്രവിശേഷവുമുണ്ട്. ഇതിലേക്കൊക്കെ നമുക്ക് മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. ഞങ്ങളിവിടെ വേളി ടൂറിസ്റ്റ് വില്ലേജിലുണ്ട്. മനോഹര കാഴ്ചകൾക്കിടയിലാണ്. എന്തായാലും അതെ ഇനി പോകുന്നത് കൊച്ചിയിലേക്കാണ്. ഇന്നത്തെ രാവിലത്തെ ഒരു തുടക്കം കണ്ടിട്ട് നമ്മുടെ ഒരു സംസ്ഥാനത്തെ ഒരു വാർത്താ കേന്ദ്രം ഇന്ന് കൊച്ചിയാവും തോന്നുന്നു. കാരണം അത്രയധികം ഹാപ്പനിങ്സ് ആണ് കൊച്ചിയിൽ നിന്ന് പൊതുവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡാനി പോളാണ് കൊച്ചിയിലുള്ളത്. ഡാനിയെ സംബന്ധിച്ച് ഇന്ന് കൊച്ചി കൈകാര്യം ചെയ്യേണ്ട വാർത്തകൾ നിരവധിയാണ്. ഹൈക്കോടതിയെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട കേസുകൾ വരുന്നു. തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ ISRO കേസിലെ ചാരക്കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധിയുണ്ട്. ഇതിനിടയിലാണ് ഭക്ഷ്യവിഷബാധ എന്നൊരു വലിയ വെല്ലുവിളി കൊച്ചി. ഈ വടക്കൻ പറവൂരിൽ കഴിഞ്ഞ ദിവസമാണ് 2 ഹോട്ടലുകൾ പൂട്ടിച്ചതും വലിയ ദുരന്തമുണ്ടായതും നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇത്തരത്തിൽ ഹോട്ടലുകൾ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും എടുക്കുന്നില്ല. കൊച്ചിയിൽ തന്നെ ഇങ്ങനെ ഭക്ഷ്യസുരക്ഷ റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നു എന്ന് വളരെ ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഡാനി പോളാണ് അവിടെ നിന്നും ചേരുന്നത്. ഡാനി, ഇന്ന് കളമശ്ശേരിയിലും ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് വീണ്ടും. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? പോലീസിന്റെ ഭാഗത്തുനിന്ന്, ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതിനകം നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? കളമശ്ശേരിയിൽ കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം തുടർച്ചയായ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കളമശ്ശേരി ഇത്തരം കേസുകളുടെ ഒരു പ്രഭവ കേന്ദ്രമാകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ തുടർച്ച എന്ന വണ്ണമാണ് ഇപ്പോൾ 10 വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ ദിവസം അവർ സ്പെഷ്യൽ ബീഫ് ഫ്രൈ, അതാണ് അവരുടെ മെനുവിൽ അധികമായി ഉണ്ടായിരുന്നതും അതാണ് സംശയിക്കപ്പെടുന്നതും. ഇത് ഇതാണ് കൂടുതലായിട്ട് അവരെ കഴിച്ചതെന്നാണ് പറയുന്നത്. 10 വിദ്യാർത്ഥികൾ, അതിൽ 7 പേര് പെൺകുട്ടികളും 3 ആൺകുട്ടികളുമാണ് ആ ലിസ്റ്റിലുള്ളത്. ഇതുവരെ തട്ടുകടയിൽ നിന്ന് ഇത് വാങ്ങി കഴിക്കുകയായിരുന്നു. തുടർന്ന് ഇവരുടെ ചുണ്ടിൽ, അതോടൊപ്പം തന്നെ മുഖത്ത്, ഇവിടെയെല്ലാം തന്നെ ശക്തമായ ചൊറിച്ചൽ അനുഭവപ്പെട്ടു. ഇതിനെ തുടർന്ന് ഇപ്പോൾ പൊതുവിൽ ഇത്തരം ഈ ഭക്ഷ്യ വിഷബാധയുടെ ഒരു സീസണായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ സംശയം തോന്നുകയും തുടർന്ന് കളമശ്ശേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇവർ ചികിത്സ തേടുകയുമായിരുന്നത്. ഇതിൽ നിന്ന് തന്നെയാണ് ഈ ഭക്ഷ്യവിഷബാധ തന്നെയാണെന്ന് ഏതാണ്ട് ആശുപത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർ നടപടികൾ ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഹോട്ടലിനെതിരെ അടക്കം ഇന്നലെ വൈകിട്ടോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് വിഭാഗം, അതോടൊപ്പം തന്നെ നഗരസഭാ ഉദ്യോഗസ്ഥർ ഇതെല്ലാം തന്നെ അവിടെ പരിശോധന നടത്തുകയുണ്ടായി. അതിൻ്റെ തുടർ നടപടികൾ ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒപ്പം നേരത്തെ സജീവ്ത സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഇന്ന് വാർത്തകളുടെ ഒരു കേന്ദ്രം ഏതാണ്ട് കൊച്ചിയൊക്കെ തന്നെയാകും. ആ ലിസ്റ്റിൽപ്പെടാത്ത ഒന്നുകൂടിയുണ്ട്. നേരത്തെ പറഞ്ഞതിനോടൊപ്പം ചേർക്കും, ഇന്ന് കളിയുണ്ട്, അതായത് മാച്ചുണ്ട് എന്ന് പറഞ്ഞ് PV അൻവർ MLA അദ്ദേഹം ഫേസ്ബുക്കിൽ അടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും
അദ്ദേഹം ഇന്നും ED-ക്ക് മുന്നിൽ ഹാജരാകുന്നതിൻ്റെ ഒരു സൂചന എന്നാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് ED-ക്ക് മുൻപാകെ ചോദ്യം ചെയ്യലിന് എത്തിയേക്കാമെന്നാണ് പരോക്ഷമായത് സൂചിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം മാച്ചിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നു എന്നെല്ലാമാണ് മാധ്യമപ്രവർത്തകരുടെ കളിയായിട്ട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം അത്തരമൊരു സൂചന കൂടി നമ്മളുടെ നിലവിലുള്ള ഷെഡ്യൂളുകൾക്ക് പുറമെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. നിലവിൽ ഹൈക്കോടതി സംബന്ധിയായ കാര്യങ്ങളിൽ ഇന്ന് ISRO ചാരക്കേസിലെ പ്രതികൾ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലടക്കം ഇന്ന് വിധി ഉണ്ടാകും. ഇതിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ഇവർ മുൻ പോലീസ് ഉദ്യോഗസ്ഥരായ 5 പേർ, ഇതിൽ മുൻ DGP ഉൾപ്പെടെ CB മാത്യൂസ് ഉൾപ്പെടെയുള്ള 5 പേരാണ് ഇതിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ പറയുന്നത് ഇപ്പോൾ ഉള്ള ഈ കേസ് ഹൈക്കോടതിയിലേക്ക് വരുന്നത് തന്നെ ജസ്റ്റിസ് ജെയിൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്നാണ് CBI പറയുന്നത്. അതിൽ ഉദ്യോഗസ്ഥരെ ISROയിലെ ശാസ്ത്രജ്ഞരെ അടക്കം പ്രതി ചേർക്കാൻ ഉന്നതതല ഗൂഢാലോചന അത് രാജ്യത്തിന് പുറത്തു നിന്നടക്കം ഉണ്ടായി എന്നതടക്കമുള്ള പരാമർശങ്ങൾ CBIയുടെ അടക്കമുള്ള റിപ്പോർട്ടുകളിൽ എല്ലാം തന്നെ ഉണ്ട്. എന്നാൽ ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് തങ്ങളിതുവരെ കണ്ടിട്ടില്ല, അത് പുറത്തു വന്നിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ പ്രതികളായ 5 പേരും സൂചിപ്പിച്ചിരിക്കുന്നത്. 94-ലാണ് ഈ കേസ് സംബന്ധിയായ കാര്യങ്ങൾ നടക്കുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട നമ്പി നാരായണൻ അതിൽ ബോധപൂർവം അറസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ CBIയുടെ റിപ്പോർട്ടിലടക്കമുണ്ട്. എന്തായാലും ഈ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ ഇന്ന് തീർപ്പുണ്ടാകാനാണ് സാധ്യത. ഒപ്പം തന്നെ മറ്റൊന്ന് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും അതോടൊപ്പം കിഫ്ബിയും സമർപ്പിച്ച ഈ ED സമൻസിനെതിരെ സമർപ്പിച്ച ഹർജികളുണ്ട്. ഈ ഹർജികളിൽ ഉള്ള ഒരു നടപടിക്രമങ്ങൾ ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. നേരത്തെ ഈ ഹർജി സമർപ്പിക്കുമ്പോൾ അതിൽ റിസർവ് ബാങ്ക് ഇത് സംബന്ധിച്ച ഇതിൽ മറുപടിയായി ചില കാര്യങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അവർ അതിലെ മറുപടി കാര്യങ്ങൾ യഥാസമയം സമർപ്പിച്ചിരുന്നില്ല. കഴിഞ്ഞ തവണ കേസ് വിളിക്കുമ്പോൾ മാത്രമാണ് അവർ ഈ റിസർവ് ബാങ്കിന് ഇക്കാര്യത്തിൽ പറയാനുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇതിൽ ഈ മസാല ബോണ്ട് ഇഷ്യൂ ചെയ്ത സംബന്ധിയായ കാര്യങ്ങളിൽ അന്തിമമായ ചില കാര്യങ്ങൾ സമർപ്പിക്കേണ്ടത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം മറുപടികൾ ആ സമയത്തുണ്ടായിരുന്നില്ല, പക്ഷേ പിന്നീട് കേസ് വിളിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അത്തരം റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അടക്കം ഉണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ഇന്ന് ഇതിൽ കോടതിയിൽ പരിഗണിക്കും. ഒപ്പം ലക്ഷദ്വീപ് MP ആയിരുന്ന അദ്ദേഹത്തിൻ്റെ അടക്കം മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷയിലുള്ള വാദം ഇന്നും തുടരുന്നുണ്ട് ഹൈക്കോടതി. തീർച്ചയായും അങ്ങനെ നിരവധി കോടതി. അതെ, അതായത് ഡാനി പറഞ്ഞ പ്രകാരമാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെയല്ല, ഇന്നത്തെ വാർത്താ തലസ്ഥാനം കൊച്ചി തന്നെയായിരിക്കും. അക്കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്ര അധികം ഹാപ്പനിങ്സും തുടർ വാർത്തകളും ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു വാർത്താ ദിനം തന്നെയായിരിക്കും ഇന്ന് കൊച്ചി. സ്വാഭാവികമായും ഈ PV അൻവറിന്റെ ED വീണ്ടും ചോദ്യം ചെയ്തു. ആദ്യം ഇന്ത്യ പാകിസ്ഥാൻ മാച്ചായിരുന്നു, പിന്നെ ഇന്ത്യ ആഫ്രിക്ക. ഇന്നിപ്പോ ഏത് മാച്ചാണെന്ന് അടക്കമുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മൾ മറ്റൊരു വിശേഷത്തിലേക്ക് എടുക്കല്ലേ. എന്തായാലും ഈ സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ്. കൂട്ടായ്മകളൊക്കെ കുറവാണ്. എല്ലാവരും കാണുന്നതും മിണ്ടുന്നതും എല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുറച്ച് പ്രായം ചെന്നവർ ഒത്തുകൂടി വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. അങ്ങനെ ആ മനോഹര കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കുറച്ചകലെ വെള്ളായണിയാണ് സ്ഥലം. ഇവിടുത്തുകാർക്ക് ഇത് ഒരു സ്ഥിരം കാഴ്ചയാണ്. വൈകുന്നേരങ്ങളിൽ ഇവരിങ്ങനെ കൂടിച്ചേർന്ന് ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവയ്ക്കും, സന്തോഷിക്കും, കലഹിക്കും. ഞങ്ങള് ഇവിടെ കോവിലുള്ളപ്പോൾ തൊട്ടേ ഞാൻ ഒരു കൂലിവേലക്കാരനാണ്. ഇങ്ങനെ ഇത് വൈകുന്ന സമയമാകുമ്പോൾ ഒരു 5 മണിയാകുമ്പോൾ ഞങ്ങൾ ഇതുപോലെ 5-6 പേര് ഇവിടെ വന്ന് കൂടും. ഒരു 6:30 മണിയാകുമ്പോൾ എല്ലാം സ്ഥലം വിടും. ഇത് ഹെഡാണ്, ഇത് ഹെഡ്, ഇത് അസിസ്റ്റന്റ് ഹെഡ്, അതാണ് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. എന്നാൽ കുറച്ച് നേരം സ്ഥിരമുണ്ട്. വീട്ടുകാര്യങ്ങളും നാട്ടുകാരും അങ്ങോട്ട് പല ദിവസങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം ചർച്ചയാകുമെങ്കിലും രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കാറില്ല. സ്വന്തം രാഷ്ട്രീയം വീട്ടിൽ വെച്ചിട്ട് വേണം കവലയിലേക്ക് എത്താൻ. രാഷ്ട്രീയം ഇല്ല, നമുക്ക് എല്ലാവരും
അവരവരെ രാഷ്ട്രീയം അവരവരുടെ കൈ ഇരിക്കുകയുള്ളൂ, വേറെ രാഷ്ട്രീയമില്ല. ഇതേപോലെ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അങ്ങനെ ഒന്ന് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ തർക്കമായിട്ടോ യാതൊരു പ്രശ്നവുമില്ല. പ്രായമേറുന്നുണ്ടെങ്കിലും ഇവരുടെ സൗഹൃദത്തിന് ശക്തി കൂടുകയാണ്. ഇതേപോലെ നമ്മൾ നടപറക്കം വന്നൊക്കെ നട അടയ്ക്കുമ്പോഴത്തേക്ക് പോകും. അത് 10-20 വർഷം കൊണ്ട് നമ്മളിവിടെ ഇരിക്കും. ഇന്നും ഇന്നലെയല്ല, കുറേ 10-20 വർഷത്തിന് മുമ്പേ നമ്മളിവിടെ വന്ന് പതിവച്ചിരിക്കും. മുമ്പേയൊക്കെ കൊണ്ട് അവിടെ ആയിരുന്നു ഇരുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കും. ജോലി ചെയ്ത് കുളിച്ചെടുത്തിട്ട് ഇവിടെ വന്ന് ചായ കുടിച്ചിട്ട് ഇവിടെ വന്നിരിക്കും. ഇവിടെ വന്ന് ഞങ്ങൾ സമയം മുമ്പ് അരമണിക്കൂറുകളിരിക്കും. നല്ല കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, അല്ലാതെ അടിയുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. സോഷ്യൽ മീഡിയ കാലത്തെ ക്ലബ് ഹൗസ് ചർച്ചകളൊന്നും ഇവരുടെ സായാഹ്ന ചർച്ചകളെ ബാധിച്ചിട്ടില്ല. ഇരുട്ട് വീണാൽ പിന്നെ പരസ്പരം യാത്ര പറഞ്ഞു പിരിയും. ക്യാമറാമാൻ സന്തോഷിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഉമേഷ് സൂചിപ്പിച്ച പോലെ സോഷ്യൽ മീഡിയ കാലത്തെ ഒരു മനോഹര കാഴ്ച. നമ്മളടക്കം മൊബൈൽ ഫോണിൽ കുടുങ്ങി കിടക്കുമ്പോൾ വൈകുന്നേരത്തെ ഇത്തരം സായാഹ്നങ്ങൾ ചിലവഴിക്കാൻ ഒരു തലമുറ തയ്യാറാകുന്നു എന്ന മനോഹര കാഴ്ച. അപ്പം നമ്മൾ ഈ വെള്ളായനി കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് കിടക്കുകയാണ്. കാരണം വളരെ ഗൗരവമായ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കപ്പെടുകയാണ്. ഈ ബജറ്റിൽ നിന്നും സംസ്ഥാനത്തിന്റെ പല ജില്ലകളും പല പദ്ധതികളിലൊക്കെ വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. ഇത്തരം ഒരു ചില പ്രതീക്ഷയാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള. ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട പാലം, 3 പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തത് കൊണ്ട് വർഷങ്ങളായി നീണ്ടുപോവുകയാണ് ആലപ്പുഴ ജില്ലയിലെ നെടുമുടി കരുവാറ്റ പാതം. മുമ്പ് സുശീല ഗോപാലൻ മന്ത്രിയായിരുന്ന കാലത്ത് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്. പക്ഷേ ഈ പദ്ധതി ഒരിക്കലും പൂർത്തീകരിച്ചിട്ടില്ല. ഇത്തവണ വീണ്ടും സംസ്ഥാന ബജറ്റ് എത്തുമ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ആലപ്പുഴക്കാർ കാത്തിരിക്കുന്നത്. മഴയൊക്കെ നല്ല കാറ്റുമഴയാണ്. ആ പിള്ളേരെ ഇക്കരോട്ട് വിടാൻ തന്നെ മനുഷ്യർക്ക് പേടിയാ. രക്ഷിതാക്കൾക്ക് പേടി. അങ്ങനെ പോകാതിരുന്നിട്ടുണ്ട് പിള്ളേർ. പോകാതിരിക്കും. ഇവിടെ അങ്ങ് ഭയങ്കര തിരയായിരിക്കും. തിരയായി കഴിയുമ്പോൾ വെള്ളം ഇക്കരെ വരാൻ പാടാം. ഇപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇക്കരെ വിടാനേ രക്ഷകർത്താക്കൾക്കും മടിയാ. ആയിരത്തി 1970-ലാണ് കരുവാറ്റ കുപ്പപ്പുറം പാത എന്ന ആശയമുണ്ടാകുന്നത്. കാർഷിക മേഖലയുടെ ഭംഗി ആസ്വദിക്കുക വഴി ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. പിന്നീട് AC റോഡിലെ പൂപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് കരുവാറ്റ വഴിയമ്പലം വരെ എത്തുന്ന പാതയായി പദ്ധതി വികസിക്കുകയായിരുന്നു. കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഏറെ പ്രയോജനം കിട്ടുന്ന പാത കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും പുതിയ യാത്രാമാർഗമാണ് തുറക്കുന്നത്. 3 പാലങ്ങൾ തട്ടിയാണ് അരനൂറ്റാണ്ടായി പദ്ധതി നീണ്ടുപോകുന്നത്. കരുവാറ്റ, കുറിച്ചിക്കൽ, കോരംകുഴിത്തോട്, പടഹാരം എന്നിവയാണവ. പടഹാരവും കോരംകുഴിയും നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും കുറിച്ചിക്കടവ് പാലം പാതി വഴിയിൽ ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. തീർച്ചയായിട്ടും വിഷമമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും പൈസയാണ് ഈ നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ ഭരണ പ്രതിപക്ഷം എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് എപ്പോഴേ നടക്കേണ്ട പാലവും 18ാം മാസം ഇതേ കൂടെ വണ്ടി ഓടുമെന്നാണ് പറഞ്ഞിരുന്നത് കോൺട്രാക്ടർ സിജിറോ എന്ന് പറഞ്ഞ കമ്പനിക്കാർ പറഞ്ഞിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വന്ന് 18 കഴിയുമ്പോൾ 5 വർഷം കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് പറയുന്ന വേറെ കുറേ സാധനങ്ങളെല്ലാം ഒഴുകിപ്പോയെന്നോ അങ്ങനെ അതൊക്കെ പറഞ്ഞാണ് ഒഴിവ് പറയുന്നത്. ഇപ്പം തന്നെ എല്ലാ സാധനം കോടിയുടെ മുതൽ ആ തുരുമ്പെടുത്ത് പോകുന്നു. അത് ആ ക്രെയിന് മറ്റു കാര്യങ്ങൾ ഇതെവിടെ കിടന്ന് നശിച്ചു പോകുന്നു. 28.25 കോടി ചിലവിൽ ലീഡിംഗ് ചാനൽ നിർമ്മിച്ചിരുന്ന പാലത്തിന്റെ 7 സ്പാനുകളുടെ നിർമ്മാണം പൂർത്തിയായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ലെന്ന് കണ്ട് കരാറുകാരെ ഒഴിവാക്കിയെങ്കിലും പിന്നീട് റീടെൻഡർ നടക്കാത്ത അവസ്ഥയിലാണ്. വർഷങ്ങളായി നിർമ്മാണം മുടങ്ങിയിട്ട്. തകഴി പഞ്ചായത്തിലുള്ളവർക്ക് കുട്ടനാട് താലൂക്ക് ആസ്ഥാനത്തേക്കും നെടുമുടി മേഖലയിലുള്ളവർക്ക് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലേക്കും എത്താനാകും ഈ പദ്ധതിയിൽ ഇത്തവണയെങ്കിലും സർക്കാർ കനിഞ്ഞാൽ. തുരുത്തുകളിൽ അപ്രതീക്ഷിതമായൊരു രോഗാവസ്ഥയുണ്ടായാൽ ആശുപത്രിയിൽ എത്താനാവാതെ മരിച്ചു വീഴുന്ന പാവപ്പെട്ടവന്റെ വേദന സർക്കാർ കാണാതെ പോകരുത്. കരയെന്നൊരു ആളിനെ എന്തെങ്കിലും അസുഖം വന്നാൽ ഇങ്ങോട്ട് പറഞ്ഞാൽ തോണിയാ വേണം കൊണ്ടുവന്ന് ആ കടയിൽ വന്നെങ്കിൽ വണ്ടിയെ കയറി പോകാനൊക്കെ. അങ്ങനെ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട്. ഒരുപാട്. ഞാൻ വന്നു കഴിഞ്ഞു
ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് വെള്ളം തടഞ്ഞു വരുമ്പോ അവരുടെ പകുതി ജീവൻ പോകും. എങ്ങനെയാലും ഈ പാലം ഒന്ന് വാർത്തയിട്ട് കൊടുത്താൽ മതി, അക്കരെയുള്ള ജനങ്ങൾക്ക് എളുപ്പം നിന്ന് വന്ന് നമുക്കായാലും. അരനൂറ്റാണ്ട് മുമ്പ് സർക്കാർ നൽകിയ വാഗ്ദാനമാണ് എനിക്ക് പിന്നിൽ തുരുമ്പ് പിടിച്ചു കിടക്കുന്നത്. ഭരണപ്രതിപക്ഷങ്ങൾ മാറി മാറി വന്നെങ്കിലും ജനങ്ങളുടെ ദുരിതം ഏറിയത് മാത്രമേയുള്ളൂ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഹരിപ്പാട് നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. എന്തായാലും ആലപ്പുഴക്കാരുടെ ആ സ്വപ്നം പൂർത്തീകരിക്കട്ടെ എന്ന് നമുക്കും ആശിക്കാം, ആഗ്രഹിക്കാം. അപ്പം നമ്മൾ ഇനി പോകുന്നത് ഇന്നത്തെ പത്രങ്ങളുടെ സമഗ്ര വിശേഷവുമായി നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു ഭരത് ചേരുന്നുണ്ട്. മനു, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പത്രങ്ങളിലൂടെ നമുക്ക് പോകാം. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളും എടുത്തിട്ടുള്ളത്? രഞ്ജിനി, ഇന്ന് ഈ KV തോമസ് പ്രധാന പത്രങ്ങളുടെയൊക്കെ ഒന്നാം പേജിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി വാർത്തകൾ ഉണ്ട്. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ഒക്കെ. ഏതായാലും വിശദമായി ഈ പത്ര വാർത്തകൾ നോക്കാം. ഇന്ന് പുറത്തിറങ്ങിയ പത്രങ്ങൾ എല്ലാം തന്നെ പ്രധാനമായും ഈ പെരിന്തൽമണ്ണയിൽ ബാലറ്റ് പെട്ടി തുറന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തെയാണ് ഒന്നാം പേജിൽ വളരെ ഗൗരവമായി കൊടുത്തിരിക്കുന്നത്. മലയാള മനോരമ ആ വാർത്ത വളരെ പ്രാധാന്യത്തോട് തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നു. പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ നിന്ന് കാണാതാവുകയും പിന്നീട് കണ്ടെത്തുകയും ചെയ്ത ബാലറ്റ് പെട്ടിയിൽ സാധുവായ 482 തപാൽ വോട്ടുകൾ നഷ്ടപ്പെട്ടതായി സബ് കളക്ടറുടെ റിപ്പോർട്ട് എന്ന് മലയാള മനോരമയുടെ ഒന്നാം പേജിൽ ഈ വാർത്ത വന്നിരിക്കുന്നു. പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം 38 വോട്ടിനാണ് ജയിച്ചത്. പക്ഷേ ഇത് ഈ ഫലത്തെ ബാധിക്കില്ല എന്ന വിവരവും നിയമവിദഗ്ധരെ കോട്ട് ചെയ്തുകൊണ്ട് മലയാള മനോരമ നൽകിയിരിക്കുന്നു. അതിൽ രേഖകൾ കണ്ടെത്തിയത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. സബ് കളക്ടർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി എന്ന വാർത്ത മലയാള മനോരമ വലിയ പ്രാധാന്യത്തോടുകൂടി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. മറ്റൊരു വാർത്ത ഈ പ്രതിഷേധം കടുപ്പിച്ച് ഗുസ്തി താരങ്ങൾ എന്നുള്ളതാണ്. ഗുസ്തി താരങ്ങൾ ജന്തർ മന്ദറിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധം ആരംഭിച്ചിരുന്നു. അത് തുടരുകയും ആണ്. ഗുസ്തി ഫെഡറേഷന് എതിരെയാണ് ഈ പ്രതിഷേധം. വനിതാ താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പരാതികളാണ് ഉയർന്നിരിക്കുന്നത്. BJP നേതാവ് കൂടിയായ അധ്യക്ഷനും അതുപോലെ തന്നെ പരിശീലകർക്കും എതിരെയാണ് ഈ പരാതി വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കായിക രംഗത്ത് ഇന്ത്യയുടെ പ്രകടനം കൂടുതൽ മെച്ചപ്പെടണം എന്ന പൊതു ആവശ്യം എല്ലായിടത്തു നിന്നും എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുമ്പോഴാണ് ഇത്തരം വാർത്തകൾ കൂടി പുറത്തു വരുന്നത് എന്നത് വളരെ ഖേദകരവും ആണ്. ഏതായാലും മലയാള മനോരമ നൽകിയിരിക്കുന്ന വാർത്തയിൽ ഇന്നലെ ആ പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് PB അംഗം വൃന്ദ കാരാട്ട് എത്തുന്നതിന്റെ ദൃശ്യമാണ്. പക്ഷേ ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ ഈ സമരം താല്പര്യമില്ല എന്ന് ഗുസ്തി താരങ്ങൾ വൃന്ദ കാരാട്ടിനെ അറിയിക്കുന്നു. അതുകൊണ്ട് വേദിയിൽ രാഷ്ട്രീയ നേതാക്കൾ വേണ്ട, ഗുസ്തി താരങ്ങൾ തന്നെ വേദിയിൽ സമരം ചെയ്യും. പക്ഷേ പിന്തുണ അറിയിച്ചുകൊണ്ട് സദസ്സിൽ ആളുകൾ ഇരിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാടാണ് ഗുസ്തി താരങ്ങൾക്കുള്ളത്. ഈ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റിനെ മാറ്റാതെ ബ്രിജ്ഭൂഷൺ സിംഗിനെ മാറ്റാതെ ഇനി മുന്നോട്ട് പോകാനാകില്ല എന്ന ഉറച്ച നിലപാടാണ് ഗുസ്തി താരങ്ങൾക്കുള്ളത്. ഏതായാലും കേന്ദ്ര സർക്കാർ അതിൽ ഗുസ്തി താരങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. മാതൃഭൂമി പ്രധാനമായി ഇന്ന് കൈകാര്യം ചെയ്തിരിക്കുന്ന വാർത്ത ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉള്ള നടപടിയാണ്. 2 DYSPമാർക്കും 5 പോലീസുകാർക്കും സസ്പെൻഷൻ. ഇത് ഈ ഗുണ്ടകൾ തമ്മിലെ ഒത്തുതീർപ്പിന് ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകുന്നു. അത്തരത്തിൽ ഈ ഗുണ്ടാബന്ധവും അതുപോലെ ഈ ക്രിമിനൽ ഇടപാടുകളുമൊക്കെയുള്ള പോലീസുകാർക്കെതിരെ നടപടി വന്നതാണ് മാതൃഭൂമി പ്രധാന വാർത്തയായി നൽകുന്നത്. ഈ മക്കളുടെ പിറന്നാൾ ആഘോഷം ഗുണ്ടകളാണ് ഉദ്യോഗസ്ഥരെ നടത്തുന്നത് എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് മാതൃഭൂമി ഈ വാർത്ത നൽകിയിരിക്കുന്നത്. മംഗലപുരത്ത് ഗ്രേഡ് SIമാർ ഉൾപ്പെടെയുള്ളവർക്ക് സസ്പെൻഷനുണ്ട്. അതുപോലെ CI ഉൾപ്പെടെ 3 പോലീസുകാരെ പിരിച്ചുവിട്ടിരിക്കുന്നു. ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട് 3 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്ന വാർത്ത മാതൃഭൂമി വളരെ പ്രാധാന്യത്തോടുകൂടി ഒന്നാമത്തെ പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്. അതിന് പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഗുണ്ടാബന്ധം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്, പ്രത്യേകിച്ച് ഈ ഗുണ്ടാബന്ധം പോലുള്ള കാര്യങ്ങൾ അവരുടെ പേരിൽ വരുന്നതൊക്കെ ഒരു നിയമ സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നതും വ്യക്തമാണ്. മാതൃഭൂമി മറ്റൊരു
വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. അത് ജഡ്ജി നിയമനത്തിൽ കേന്ദ്രത്തോട് ഉള്ള സുപ്രീം കോടതിയുടെ നിലപാടാണ്. സ്വഗർഭ അനുരാഗിയായി എന്നതോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച ലേഖനം പങ്കുവെക്കുന്നതോ ജഡ്ജി നിയമനത്തിനുള്ള അയോഗ്യത ആകില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. ജഡ്ജി നിയമനത്തിൽ സുപ്രീം കോടതി കൊളീജിയം തയ്യാറാക്കിയ പട്ടിക മടക്കാൻ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയ കാരണങ്ങളെ നിരാകരിച്ചാണ് കോടതിയുടെ ഈ അഭിപ്രായം. സുപ്രീം കോടതി കൊളീജിയം 5 പേരുടെ പട്ടിക നൽകിയിരുന്നു. പക്ഷേ ഇത് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേന്ദ്ര സർക്കാർ തിരിച്ചയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും അത്തരം ഘട്ടങ്ങളിൽ ഈ പേര് തള്ളാൻ കാരണമായ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മോദിയെ വിമർശിച്ച ലേഖനം പങ്കുവച്ചു എന്നതാണ് ജോൺ സത്യൻ എന്ന അഭിഭാഷകനെതിരെയുള്ള പരാതി എന്ന് വ്യക്തമാക്കുന്നു. അതുപോലെ സൗരഭ് കൃപാൽ, അദ്ദേഹം സ്വവർഗ സ്നേഹിയായ സൗരഭ് ലൈംഗിക ആഭിമുഖ്യം പരസ്യമായി പ്രകടിപ്പിക്കുന്നു എന്നത് ഒരു കുറവായി കാണുന്നു. പങ്കാളി സ്വിറ്റ്സർലാൻഡ് പൗരനാണ് എന്നതും അദ്ദേഹത്തിന് ഈ നിയമനത്തിൽ തടസ്സമായി വർത്തിക്കുന്നു. ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മാതൃഭൂമി ഈ ജമ്മു കശ്മീരിലേക്ക് കടന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ ഒരു പടവും പ്രാധാന്യത്തോടുകൂടി 1ാമത്തെ പേജിൽ പങ്കുവച്ചിരിക്കുന്നു. ദേശാഭിമാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സർവകലാശാലകളിൽ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി എന്നതാണ്. ഇത്തരം വിഷയങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് പൊതുസമൂഹം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. സ്ത്രീകൾ കൂടുതലായി പൊതുരംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പ്രസക്തി ലഭിക്കണം, കൂടുതൽ പ്രാധാന്യവും പരിഗണനയും ലഭിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നു. അതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് കീഴിലെ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി അനുവദിച്ച് സർക്കാർ എന്ന വാർത്ത ദേശാഭിമാനി നൽകിയിരിക്കുന്നു. ആർത്തവകാലത്ത് വിദ്യാർത്ഥിനികൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് സംസ്ഥാന സർക്കാരിന്റെ ചരിത്രപരമായ തീരുമാനം എന്നും ദേശാഭിമാനി വ്യക്തമാക്കുന്നു. അപ്പോൾ ഓരോ സെമസ്റ്ററിലും പരീക്ഷ എഴുതാൻ 75% ഹാജർ വേണം. എന്നാൽ ആർത്തവ അവധി പരിഗണിച്ച് വിദ്യാർത്ഥിനികൾക്ക് 73% ഹാജർ മതി എന്നതാണ് ഈ വാർത്ത വ്യക്തമാക്കുന്നത്. 18 വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക് പരമാവധി 60 ദിവസം വരെ പ്രസവ അവധി എടുക്കാം എന്നും ഈ വാർത്തയിൽ ദേശാഭിമാനി വ്യക്തമാക്കുന്നു. ദേശാഭിമാനിയുടെ ഉൾപേജിൽ ഒരു ലേഖനം വ്യവസായ മന്ത്രി പി രാജീവ് നൽകിയിട്ടുണ്ട്. അത് ഈ സംരംഭക വർഷത്തിൽ കേരളം ഉണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ചാണ്. ദേശീയ അംഗീകാരം നേടിയ സംരംഭക വർഷ പദ്ധതിയുടെ ഭാഗമായി സംരംഭങ്ങൾ ആരംഭിച്ചവരുടെ മഹാസംഗമം നാളെ കൊച്ചിയിൽ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വ്യവസായ മന്ത്രിയുടെ ലേഖനം വന്നിരിക്കുന്നത് എന്നും ഇത് മറ്റു പത്രങ്ങളിലും ഈ ലേഖനം വന്നിട്ടുണ്ട്. ഏതായാലും ഒരു വർഷം 10,000 സംരംഭങ്ങൾ ഉണ്ടാകുന്ന നാട്ടിൽ മനസ്സ് വെച്ചാൽ അത് 1,00,000-ലധികം സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സാഹചര്യത്തിന് വഴിവെക്കും എന്ന് വ്യവസായ മന്ത്രി പറയുന്നു. ഏതായാലും സംസ്ഥാനത്ത് വ്യവസായങ്ങൾ തഴച്ചു വളരണം, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം വേണം എന്ന് ഉള്ള ആവശ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതുപോലെ സംരംഭകർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാധ്യമങ്ങളും പൊതുസമൂഹവും വലിയ തോതിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞിടയിൽ തലശ്ശേരിയിൽ ഒരു സംരംഭകൻ തനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി നാടുവിട്ടുപോയ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ വ്യവസായ മന്ത്രിയുടെ നല്ല ഇടപെടൽ കാണാൻ കഴിഞ്ഞു. അപ്പോൾ വ്യവസായ സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഈ നിലപാട് മന്ത്രി പി രാജീവ് പങ്കുവച്ചിരിക്കുന്നു. കെ വി തോമസ് എല്ലാ പത്രങ്ങളുടെയും 1ാം പേജിലും ഉൾപേജിലുമൊക്കെയായി വലിയ പ്രാധാന്യത്തോടുകൂടി ഇന്ന് സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഡൽഹിയിൽ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയാണ് കെ വി തോമസ്. അങ്ങനെ അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയും ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനം എടുത്തത്. ഈ CPM-ലേക്ക് വരുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു ഇടമാണോ ഇത്തരം പദവികൾ എന്ന ഒരു ചർച്ച വലിയ തോതിൽ രംഗത്ത് വന്നു. അതോടൊപ്പം തന്നെ കെ വി തോമസിനെ പോലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെയായി നല്ല അടുപ്പം, വ്യക്തിപരമായ സൗഹാർദ്ദങ്ങളൊക്കെ ഉള്ള ഒരു രാഷ്ട്രീയ നേതാവിന് കേരളത്തിനും കേന്ദ്രത്തിനും ഇടയിൽ ഒരു പാലമായി വർത്തിക്കാൻ കഴിയും എന്ന് കരുതുന്നവരുമുണ്ട്. കാരണം വികസനത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന നാളുകളാണ് ഇനി വരാനുള്ളത്. അപ്പോൾ കേന്ദ്ര പദ്ധതികൾ കാര്യക്ഷമമായി സംസ്ഥാനത്ത് നടപ്പിലാക്കുക, സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുക, ഇതിന് ഒരു പാലമായി വർത്തിക്കാൻ കെ വി തോമസിന് കഴിയുമോ എന്നുള്ളതാണ് കേരളം ചർച്ച ചെയ്യുന്നത്. ഏതായാലും അത് വലിയ പ്രാധാന്യത്തോടുകൂടി മാധ്യമം നൽകിയിരിക്കുന്നു. ഇന്നലെ കേരളത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചൊരു വാർത്ത, ഈ
കേരള കോൺഗ്രസിന് വഴങ്ങി CPM എന്ന പാലയിൽ നിന്ന് വരുന്ന വാർത്തയാണ്. അത് മാധ്യമം വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നു. പാലാ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി CPMന് ചെയർമാൻ സ്ഥാനം എന്നൊക്കെയുള്ള തലക്കെട്ടിൽ പാലയിൽ നിന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. പാലയിൽ ജോസിൻ ബിനോ ചെയർപേഴ്സൺ എന്ന വാർത്ത മാധ്യമം നൽകിയിരിക്കുന്നു. ഇതിലൊരു മനോഹരമായ ഒരു പടമുണ്ട്. കാരണം ഈ ബിനു പുളിക്കക്കണ്ടമായിരുന്നു ആദ്യം നഗരസഭയുടെ അധ്യക്ഷൻ ആകുക എന്ന് കരുതിയിരുന്നു. ഏതായാലും അത് വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ അത് മാറിയിരിക്കുന്നു. അപ്പോൾ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പാലാ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണെ ജോസിൻ ബിനോയെ അഭിനന്ദിക്കാൻ CPMന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ബിനു പുളിക്കക്കണ്ടം എത്തിയിരിക്കുന്നു. അതിന്റെ പടമാണ് മാധ്യമം ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ എതിർപ്പിനെ തുടർന്ന് അധ്യക്ഷ സ്ഥാനം നഷ്ടമായ ബിനു പ്രതിഷേധ സൂചകമായി കറുത്ത ഷർട്ട് ധരിച്ച് വന്നതും കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു. ഇതെല്ലാം മാധ്യമം വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട്. വീക്ഷണം KV തോമസിന്റെ വിഷയം മറ്റൊരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. പിണറായി RSS ഇടപാടുകൾക്ക് പുതിയ ഇടനിലക്കാരൻ, കൂലി ക്യാബിനറ്റ് പദവി എന്ന ഒരു വിമർശനത്തോടു കൂടിയാണ് വീക്ഷണം KV തോമസിന് നൽകിയിട്ടുള്ള ഈ പുതിയ പദവി കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒപ്പം പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സംഘപരിവാർ സംഘടനകളുടെ ലൈസൺ ഓഫീസർ ആണ് ഈ KV തോമസ് എന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ആ വാർത്തയും വീക്ഷണം വളരെ പ്രാധാന്യത്തോടുകൂടി ഉൾപേജിൽ നൽകിയിരിക്കുന്നു. ഇതിൽ മറ്റൊരു മംഗളത്തിൽ വന്ന എഡിറ്റോറിയൽ ഇന്ന് വളരെ ശ്രദ്ധേയമാണ്. ഈ കള്ളവോട്ടും ബൂത്ത് പിടുത്തവും തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ പതിവ് വാർത്തയായിട്ടുണ്ടെങ്കിലും ബാലറ്റ് പെട്ടി കാണാനില്ലെന്നത് ആദ്യ സംഭവമാണ് എന്ന് മംഗളത്തിന്റെ എഡിറ്റോറിയൽ പറയുന്നു. ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ അതീവ ഗൗരവത്തോടെ അന്വേഷിക്കേണ്ട വിഷയമാണിത് എന്ന് എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നു. ദ ഹിന്ദു വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ സംബന്ധിച്ചുള്ള വാർത്തയാണ്. രാഹുൽ ഗാന്ധിയുടെ ജമ്മു കാശ്മീരിലേക്ക് ഭാരത് ജോഡോ യാത്രയുമായി എത്തുന്നു. യാത്രയുടെ അവസാന ലാപ്പിലേക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കടന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നാഷണൽ കോൺഫറൻസിന്റെ അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ളയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ഒരു ദൃശ്യവും അല്ലെങ്കിൽ ഒരു ചിത്രവും സഹിതമാണ് ദ ഹിന്ദു ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. Congress leader Rahul Gandhi, who reached Jammu Kashmir on Thursday evening for the last leg of Bharat Jodo Yatra, said he had come to listen and share the pain of the people of Jammu and Kashmir. എന്ന് ദ ഹിന്ദു പറയുന്നു. എന്ന് രാഹുൽ ഗാന്ധി കോട്ട് ചെയ്ത് ദ ഹിന്ദു പറയുന്നു. അതായത് കശ്മീരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും വേദനയും ഒക്കെ മനസ്സിലാക്കാനാണ് താൻ ഇവിടെ എത്തിയത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്ന വാർത്തയാണ് ദ ഹിന്ദു വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്പോർട്സ് പേജിൽ ഇന്ത്യയുടെ വിജയം ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വെയിൽസിനെതിരെ നേടിയ 4-2 എന്ന വിജയത്തെ സംബന്ധിച്ചാണ് ദ ഹിന്ദു ഒരു ഇന്ത്യൻ താരങ്ങൾ സന്തോഷം പങ്കുവെക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് നേരിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല എന്നതും ദ ഹിന്ദു ഒരു വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നല്ല പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുന്നതായി വാർത്ത വ്യക്തമാക്കുന്നു. ന്യൂസിലാൻഡിനെതിരെ ഉള്ള ഒരു മത്സരത്തിനാണ് അടുത്ത് ഇന്ത്യ തയ്യാറെടുക്കേണ്ടത്. ന്യൂസിലാൻഡ് വളരെ കരുത്തരായ എതിരാളികളും ആണ് എന്ന് ദ ഹിന്ദു പറയുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രവിശേഷങ്ങൾ. രഞ്ജിനിയിലേക്കും ഈ പത്രവിശേഷങ്ങൾ അവസാനിക്കുമ്പോഴും വാർത്തകൾ തുടരുന്നു. രഞ്ജിനിയിലേക്കും സജിത്തിലേക്കും പോകാം. ഈ പത്രം 18 ഇവിടെ അവസാനിക്കുന്നു. സമഗ്രമായ വാർത്താ ചിത്രമാണ് പ്രേക്ഷകരിലേക്ക് മനു ഭരത് എത്തിച്ചത്. സജിത്ത്, നമ്മൾ നിൽക്കുന്നത് നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചു ടൂറിസ്റ്റ് വില്ലേജിലാണ്. എന്തായാലും ഇന്നത്തെ പത്രത്തിന്റെ ഒരു സമഗ്രമായ ചിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ നിൽക്കുന്ന ഇടത്തിന്റെ ഒരു പ്രത്യേകതകളെ കുറിച്ച് പറയാം. ഒരുപക്ഷെ തിരുവനന്തപുരത്തുള്ളവർക്ക് ഇത് പരിചിതമാണ്, ഇത് പരിചയപ്പെടുത്തേണ്ടതില്ല. പക്ഷേ സംസ്ഥാനത്തിന് മറ്റിടങ്ങളിൽ ഈ വേളി ടൂറിസ്റ്റ് വില്ലേജ് കേട്ടിട്ടുണ്ടാവുമെങ്കിൽ കൂടിയും ഇത്ര രീതിയിൽ ഇത് പുതിയ രീതിയിൽ മോടി പിടിപ്പിച്ച കാര്യം പ്രേക്ഷകർ കൂടി ഒന്ന് അറിയുക. കാരണം വേളി ഇന്ന് ഒരു വലിയ ടൂറിസം ഹബ്ബായി മാറിക്കഴിഞ്ഞു സംസ്ഥാനത്തെ.
ഒരുപക്ഷെ ഇനിയുള്ള മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. കുട്ടികളെ കൊണ്ടുവന്ന ചില പാർക്കുകൾ ഈ ഭാഗത്തുണ്ട്. ഒരു ഭാഗത്ത് കായലാണ്, മറുഭാഗത്ത് കരയാണ്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഈ ട്രെയിൻ സർവീസുകൾ അടക്കമുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് വില്ലേജായി വേളി മാറിയിരിക്കുകയാണ്. ടൂറിസ്റ്റ് വില്ലേജിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇത്രയും നേരം വാർത്തകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ടൂറിസ്റ്റ് വില്ലേജിന്റെ മനോഹരമായ കാഴ്ചകൾ ഇനിയും ഞങ്ങൾ എത്തിക്കുകയും ചെയ്യും. അതാണ്. അപ്പം വേളി ടൂറിസ്റ്റ് വില്ലേജിൽ നിന്നാണ് നമ്മുടെ പ്രഭാത കേരളം പുരോഗമിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഈ അടുത്ത മാസം ഫെബ്രുവരി 3-ാം തീയതിയാണ് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുക. അതിനു മുമ്പ് 1-ാം തീയതി കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെടും. സംസ്ഥാന ബജറ്റിലേക്ക് വരുമ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് കേരളം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബജറ്റ് അവതരണം ഏത് ധനമന്ത്രിക്ക് മുന്നിലും വലിയ വെല്ലുവിളി ഉയർത്തുന്ന കാര്യമാണ്. ഇത്തവണത്തെ ഈ ബജറ്റ് അവതരണത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ചില പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഉണ്ടാവും, നികുതി ഘടനയിൽ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ടുള്ള വലിയ ഒരു ഇടപെടൽ ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും സംസ്ഥാനത്തിന്റെ പൊതുധനസ്ഥിതിയും ഒപ്പം തന്നെ ബജറ്റിന്റെ പ്രതീക്ഷകളും സംബന്ധിച്ച ഒരു വിശദമായ റിപ്പോർട്ട് നമുക്ക് കാണാം. സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര നയങ്ങൾക്കിടയിൽ വികസന ക്ഷേമ പദ്ധതികൾക്കായി തുക മാറ്റിവെക്കുക എന്ന വെല്ലുവിളിയോടെയാണ് സർക്കാർ ബജറ്റിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. കോവിഡ് മഹാമാരി തീർത്ത പ്രതിസന്ധികൾക്ക് പുറമെ സർക്കാരിന്റെ അനാവശ്യ ചെലവുകളും ധനസ്ഥിതി കൂടുതൽ പ്രതിസന്ധിയിലാക്കിയെന്നാണ് വിലയിരുത്തൽ. 33,000-ത്തിലധികം എക്സസ് പോസ്റ്റുകൾക്ക് പുറമെ വിവാദങ്ങൾക്ക് വഴിവെച്ച പിൻവാതിൽ നിയമനങ്ങളും ധനക്കമ്മിയുടെ ആക്കം കൂട്ടി. പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ഉയർന്ന തസ്തികകളും വലിയ ആനുകൂല്യങ്ങളും നൽകി ഇഷ്ടക്കാരെ തിരികെ കയറ്റിയത് വഴി ലക്ഷങ്ങളുടെ ചെലവാണ് ഓരോ മാസവും സർക്കാരിനുണ്ടാകുന്നത്. 5 വർഷം കൂടുമ്പോഴുള്ള അശാസ്ത്രീയമായ ശമ്പള പരിഷ്കരണമാണ് സർക്കാരിന്റെ ചെലവ് വർദ്ധിപ്പിക്കുന്ന മറ്റൊരു നടപടി. കേന്ദ്രത്തിൽ 10 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടപ്പിലാക്കുന്ന ശമ്പള പരിഷ്കരണം സംസ്ഥാനത്ത് ഓരോ 5 വർഷം കൂടുമ്പോഴും നടത്തുന്നത് വഴി വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നികുതിയേതര വരുമാനങ്ങൾ ഉൾക്കൊള്ളുന്ന വിഭവ സമാഹരണത്തിലെ പിഴവാണ് സർക്കാർ നേരിടുന്ന മറ്റൊരു പ്രശ്നം. കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ അഥവാ ആവർത്തന ചെലവുകളും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ കൂടുതൽ പരുങ്ങലിലാക്കുകയാണ്. ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ ഇനങ്ങളിലൂടെ സർക്കാരിന്റെ ആകെയുള്ള വരുമാനത്തിന്റെ 75 മുതൽ 80% വരെ ആവർത്തന ചെലവുകൾക്ക് മാറ്റിവെക്കേണ്ട സ്ഥിതിയാണ് നിലവിൽ. ഈ പ്രതിസന്ധികൾക്കിടയിൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ വരുമാന സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ധനമന്ത്രി KN ബാലഗോപാലിനെ കാത്തിരിക്കുന്ന പ്രധാന വെല്ലുവിളി. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. നമ്മൾ പോകുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രിയൽ ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെ മകൻ ആകാശ് അംബാനിയുടെ വിവാഹ നിശ്ചയ ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്നു. അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹ നിശ്ചയ ചടങ്ങുകളാണ് മുംബൈയിൽ നടന്നത്. ഗോൾധന, ചുനരി വിധി തുടങ്ങിയ ചടങ്ങുകളോടെയായിരുന്നു നിശ്ചയം. രാഷ്ട്രീയ സിനിമാ രംഗത്തെ നിരവധി പ്രമുഖരടക്കം ഈ ചടങ്ങിന്റെ ഭാഗമാവാനെത്തി. ആ റിപ്പോർട്ട് കാണാം. മുംബൈയിൽ മുകേഷ് അംബാനിയുടെ വസതിയായ അന്റീലിയയിലായിരുന്നു വർണ്ണാഭമായ നിശ്ചയ ചടങ്ങുകൾ. ഗുജറാത്തി പാരമ്പര്യത്തിൽ വിവാഹത്തിനു മുൻപുള്ള ഗോൾധന ചടങ്ങുകളോടെയായിരുന്നു നിശ്ചയം. അനന്തിന്റെ സഹോദരി ഇഷയുടെ നേതൃത്വത്തിൽ രാധികയെയും കുടുംബാംഗങ്ങളെയും വൈകുന്നേരത്തെ ചടങ്ങുകളിലേക്ക് ക്ഷണിച്ചു. ആരതിക്കും മന്ത്രോച്ചാരണങ്ങൾക്കുമിടയിൽ മെർച്ചന്റ് കുടുംബത്തെ വസതിയിലേക്ക് ഊഷ്മളമായി സ്വീകരിച്ചതോടെ സായാഹ്ന ആഘോഷങ്ങൾക്ക് തുടക്കമായി. വധുവിന്റെ കുടുംബം വരന്റെ വസതിയിൽ സമ്മാനങ്ങളും മധുരപലഹാരങ്ങളുമായാണ് എത്തിയത്. തുടർന്ന് അനന്തും രാധികയും മോതിരം കൈമാറി. കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്ന് ഇരുവരും അനുഗ്രഹം തേടി. പരമ്പരാഗത ലഗാൻ പത്രിക അഥവാ വരാനിരിക്കുന്ന വിവാഹത്തിനുള്ള ക്ഷണക്കത്ത് ചടങ്ങിൽ വായിച്ചു. നിത അംബാനിയുടെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങളുടെ നൃത്തവും ചടങ്ങിന് മാറ്റുകൂട്ടി. അതിനുശേഷം അനന്തിന്റെ സഹോദരി ഇഷ മോതിരമാറ്റ ചടങ്ങ് ആരംഭിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അനന്തും രാധികയും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മുന്നിൽ മോതിരം മാറുകയും മുതിർന്നവരുടെ അനുഗ്രഹം തേടുകയും ചെയ്തു. അനന്തും രാധികയും വർഷങ്ങളായി പരിചയക്കാരാണ്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ രാധിക എൻകോർ ഹെൽത്ത് കെയറിൽ ബോർഡ് ഓഫ് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ്.
8 വർഷത്തോളമായി ഭരതനാട്യം അഭ്യസിക്കുന്ന രാധിക മർച്ചന്റിന്റെ അരങ്ങേറ്റം കഴിഞ്ഞ ജൂണിൽ മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിലെ ഗ്രാൻഡ് തിയേറ്ററിലാണ് നടന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണയിലെ വോട്ട് വിവാദമടക്കമുള്ള മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളിലേക്ക് വരേണ്ടതുണ്ട്. പക്ഷേ അതിനൊക്കെ മുമ്പായി ചെറിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. പ്രഭാത കേരളം തുടരുകയാണ്. ഇനി നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്തെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ പോസ്റ്റൽ വോട്ടുകൾ കാണാനില്ല എന്ന സബ് കളക്ടറുടെ ആ ഒരു റിപ്പോർട്ട് അതൊരു വിവാദമായി മാറുകയാണ്. വരും ദിവസങ്ങളിൽ ചർച്ചയായി, ഇപ്പോൾ തന്നെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ MLA നജീബ് കാന്തപുരത്തിന്റെ ആയാലും കഴിഞ്ഞ LDF സ്ഥാനാർത്ഥിയായ KPM മുസ്തഫയുടെ ആയാലും പ്രതികരണവും വന്നിട്ടുണ്ട്. അട്ടിമറി ഗൂഢാലോചനയാണ് പരസ്പരം രണ്ടുപേരും ആരോപിക്കുന്നത്. അതായത് ഈ നാളുകൾ കഴിഞ്ഞിട്ടും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടും ആ വിവാദം മാറുന്നില്ല. അവിടുത്തെ ഇപ്പോഴും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വിധിയെ ഈ നിയമ നടപടികളൊന്നും സ്വാധീനിച്ചില്ലെങ്കിൽ കൂടിയും ആ വിവാദം, ഈ വോട്ടുകൾ എവിടെ പോയി എന്നതടക്കമുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. എന്തായാലും സബ് കളക്ടറുടെ ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുതിയ വിവാദത്തിലേക്ക് ഇടവെക്കുന്നത്. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും പെരിന്തൽമണ്ണയിലെ വോട്ട് വിവാദം അത് അവസാനിക്കുന്നില്ല എന്നതാണ് സാഹചര്യം. നജീബ് കാന്തപുരം, ഒപ്പം തന്നെ KPM മുസ്തഫ, രണ്ടുപേർക്കും കൃത്യമായ അവകാശവാദങ്ങളുണ്ട്. അവർ വാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും ഈ വിവാദങ്ങളുടെ ഇനിയൊരു തുടക്കം? ഒപ്പം തന്നെ ഇത് തെരഞ്ഞെടുപ്പിന്റെ നിലവിലുള്ള വിധിയെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ഇപ്പോഴത്തെ ഈ നിയമപ്രശ്നങ്ങൾ മാറാൻ സാധ്യതയുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് സജിത്, രഞ്ജിനി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ കാണാതായി എന്ന് സബ് കളക്ടർ റിപ്പോർട്ട് ചെയ്ത 482 വോട്ടുകൾ, അതായത് ടേബിൾ 5-ൽ എണ്ണിയ 482 വോട്ടുകൾ ഇതിനോടകം തന്നെ ഫലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അത് സാധുവായി ഇപ്പോഴത്തെ ഫലത്തെ ഉൾപ്പെട്ടിട്ടുള്ള വോട്ടുകളാണ് കാണാതായിരിക്കുന്നത്. പക്ഷെ അത്തരത്തിൽ വോട്ടുകൾ നശിപ്പിക്കാനോ മിസ്സാവാനോ പാടില്ല. അത് വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു വോട്ട് സൂക്ഷിക്കേണ്ടിയിരുന്ന വോട്ട് നഷ്ടമായി അല്ലെങ്കിൽ കാണാതായി എന്ന ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമാണത്. രണ്ടാമതായിട്ട് 348 വോട്ടുകളാണ് അസാധുവായിട്ട് എണ്ണാൻ ബാക്കി വെച്ചിട്ടുള്ളത്. ഈ വോട്ടുകൾ എന്താണെങ്കിലും സുരക്ഷിതമായി ഹൈക്കോടതിയുടെ മുൻപിലുണ്ട്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്നലെ വോട്ടുകൾ കാണാതായി എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈക്കോടതിക്ക് മുൻപിലുള്ള കേസിന്റെ ഫലത്തെ നേരിട്ട് സ്വാധീനിക്കുന്നതല്ല. കാരണം ഇനി എണ്ണാനുള്ള വോട്ടുകൾ ഇതിനോടകം തന്നെ സുരക്ഷിതമായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ ഈ ഒരു സംഭവത്തിൽ അട്ടിമറികൾ നടക്കുന്നുണ്ട്, ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്, ഇതിന് പിന്നിൽ വലിയൊരു സംഘമുണ്ട് എന്നുള്ള ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും, അതായത് നിലവിലെ MLA നജീബ് കാന്തപുരത്തിന്റെയും LDF സ്ഥാനാർത്ഥിയായിരുന്ന KP മുസ്തഫയുടെയും വാദങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ ശക്തി പകരുന്നതാണ്. കോടതിക്ക് മുൻപിൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ചാൽ അത് തീർച്ചയായും കേസിൽ നിർണായകമായിട്ടുള്ള ചില വഴിത്തിരിവുകൾക്ക് കാരണമാകുമെന്ന് ഉറപ്പാണ്. കാരണം ഈ വോട്ടുകൾ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചിട്ടില്ല, അത് ടാമ്പേർഡ് ആയിട്ടുണ്ട്, പെട്ടി പൊട്ടിച്ചിട്ടുണ്ട്, പലതും വലിച്ചു കീറി അല്ലെങ്കിൽ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു. അത്തരത്തിലുള്ള ചില കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും ഒക്കെയാണ് ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ വോട്ടുകൾ കാണാതായി എന്ന ഒരു കാര്യം കൂടി ഇതിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും കോടതി ഇതിനെ വളരെ ഗൗരവത്തോടെ തന്നെയായിരിക്കും കാണുക. നിലവിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും കോടതിക്ക് മുൻപിലിരിക്കുന്ന കേസിനെ ഇത് തീർച്ചയായിട്ടും സ്വാധീനിക്കും. അത് ഏത് തരത്തിലായിരിക്കും ഈ ഒരു സാഹചര്യത്തെ നിയമവിദഗ്ധർ ഉപയോഗപ്പെടുത്തുക എന്നതിനെ കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നുള്ള സമീപനം ഉണ്ടാവുക. നിലവിൽ കേസിനെ നേരിട്ട് ഈ വോട്ട് കാണാതായ സംഭവം ബാധിക്കുന്നില്ലെങ്കിൽ കൂടിയും കോടതിക്ക് മുൻപിലിരിക്കുന്ന കേസിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്ന വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കുമെല്ലാം ഈ ഒരു സംഭവം വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ്. സജിത്. അതാണ് പെരിന്തൽമണ്ണയിലെ രാഷ്ട്രീയ സാഹചര്യം. എന്തായാലും തെരഞ്ഞെടുപ്പ് വിധി അത് സ്വാധീനിച്ചേക്കില്ല എന്നതാണ് പൊതുവിൽ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും CV അനുമോദ്, വളരെ നന്ദി. വിശദമായ റിപ്പോർട്ടുകളും നീക്കങ്ങളും ഒക്കെ ഇനിയും പ്രതീക്ഷിക്കുന്നു. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പോലീസ് സേനയ്ക്കുള്ളിലെ നടപടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരെ നടപടിയെടുക്കുന്നു. ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് തിരുവനന്തപുരം മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ 24 പോലീസുകാരെ സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നതാണ്. പകരം 29 പോലീസുകാരെ അവിടെ നിയമിച്ചിട്ടുമുണ്ട്.
അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഏറ്റവും അതെ 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 ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, വളരെ ശ്രദ്ധേയമായ ഒരു വാർത്തയാണ്. കാരണം ഈ മംഗലപുരം കഴക്കൂട്ടമൊക്കെ ഉൾപ്പെടുന്ന ഒരു ബെൽറ്റിൽ പൊതുവിൽ വലിയ ക്രിമിനൽ മണൽ മാഫിയ ബന്ധമൊക്കെ നേരത്തെ തന്നെ ചർച്ചയായതാണ്. അവിടെ പോലീസും ആ ബന്ധത്തിന്റെ ഭാഗമാകുന്നു എന്നതാണ് നേരത്തെയുള്ള ആരോപണം. അത് ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ നടപടി. എന്തായാലും മംഗലപുരം സ്റ്റേഷനിലെ സ്വീപ്പർ ഒഴികെയുള്ള ബാക്കി എല്ലാവർക്കെതിരെയും നടപടി എന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് ഉണ്ടാവുന്നത്. എന്ത് തരത്തിലാണ് വകുപ്പ് തല അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടാണോ ഇപ്പോഴത്തെ ഈ നീക്കം? എന്താണ് അതിന്റെ തുടർ നീക്കങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന ഇനി പ്രതീക്ഷിക്കേണ്ട നടപടികൾ? സജിത്ത്, രഞ്ജിനി, നിർണായകമായ തീരുമാനമാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഗുണ്ടാ മണൽ മാഫിയയുമായി നേരത്തെ സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് വഴിവിട്ട ബന്ധമുണ്ട് എന്ന കണ്ടെത്തലുകൾ, വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് റൂറൽ ഡിവൈഎസ്പിയെ തന്നെ ഈ അച്ചടക്ക നടപടിയുടെ പേരിൽ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ SHO അടക്കം 6 പേരെ സസ്പെൻഡ് ചെയ്യുകയും 24 പേരെ സ്ഥലം മാറ്റുകയും ചെയ്യുന്ന നിർണായകമായ തീരുമാനം ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്ന്, റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സ്വീപ്പർ ഒഴികെ ആ സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും മാറ്റുകയെന്ന വളരെ അസാധാരണമായ ഒരു നടപടി, അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത് അത് കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ്. ഞാൻ ആദ്യം ഈ നമ്മുടെ ഈ വാർത്താപ്രഭാതം തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കർശനമായ നടപടികൾ, അത് ഇനി ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥർക്ക് ശുഭകരമായിരിക്കില്ല ഈ ദിവസം എന്നതിന്റെ സൂചനകൾ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് കൃത്യമായി തന്നെ കടന്നിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ മറ്റുള്ളവർക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികൾ ഇനിയും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. പ്രാഥമികമായ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് SHO അടക്കം 6 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മംഗലപുരം സ്റ്റേഷനിലെ മറ്റ് 24 പേരെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഈ സ്റ്റേഷന്റെ ചുമതല സമീപത്തുള്ള മറ്റ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കൈമാറി 250 പേരോട് അടിയന്തരമായി സ്റ്റേഷനിലേക്ക് ഇന്നത്തെ സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനായി മറ്റ് സ്റ്റേഷനുകളിൽ എത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കം തന്നെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടപടികൾ തുടരുമെന്നതിന്റെ കൃത്യമായ സന്ദേശമായി തന്നെ ഇത് കൂട്ടി വായിക്കേണ്ടി വരും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ അടിയന്തര നടപടിയെ. സജിത്ത്, എന്തായാലും അസാധാരണ നടപടിയാണ്. കാരണം പോലീസിലെ സേനയ്ക്കകത്തെ ഗുണ്ടാ ബന്ധത്തിനെതിരെ ശക്തമായ നടപടിയുണ്ട്. നേരത്തെ ഡാൻ സൂചിപ്പിച്ച പോലെ ഒരു രാഷ്ട്രീയ തീരുമാനം കൂടി സ്വാഭാവികമായും ഇതിൽ പ്രതിഫലിക്കുന്നുണ്ടാവാം. അതുകൊണ്ടുകൂടിയാവാം ഈ ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാവുന്നത്. എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്ന ചില തീരുമാനങ്ങളും നീക്കങ്ങളും തന്നെയാണ് ആ തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പോകുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. RSPയിലെ നേതൃമാറ്റം തള്ളാതെ നേതാക്കൾ എന്നാണ്. A അസീസിനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി ഷിബു ബേബി ജോൺ സംസ്ഥാന സെക്രട്ടറി ആകുമെന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ അത് സ്ഥിരീകരിക്കുകയാണ് നേതാക്കൾ. ഈ തീരുമാനം വരുന്നത് നേതൃയോഗങ്ങളെ ചർച്ചകൾക്ക് ശേഷം ഇത്തരത്തിൽ ഒരു തീരുമാനം വരും എന്നാണ്. അതായത് അതിന്റെ രസകരമായ ഒരു കാര്യം, RSPയുടെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ അസീസിനെ തന്നെ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു. പക്ഷേ അന്നത്തെ ഒരു ധാരണ അസീസിനെ പിന്നീട് മാറ്റി ഷിബു ബേബി ജോണെ കൊണ്ടുവരാമെന്ന ധാരണയാണ്. അന്ന് തന്നെ അത് വാർത്തകൾക്ക് വന്നതാണ്. അങ്ങനെയെങ്കിൽ ആ വാർത്തകൾ ശരിവെക്കുന്ന തരത്തിലേക്ക് RSPയിലെ ചർച്ചകൾ പോകുന്നു എന്നാണ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാവുന്നത്. എന്തായാലും ആ റിപ്പോർട്ട് കണ്ട ശേഷം മടങ്ങുക. നിലവിലെ സംസ്ഥാന സെക്രട്ടറി A അസീസ് സ്ഥാനമൊഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതായും മുൻമന്ത്രി ഷിബു ബേബി ജോൺ പുതിയ സെക്രട്ടറി ആകുമെന്നുമുള്ള സൂചനകൾ പുറത്തുവന്നിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന TK ദിവാകരൻ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ഇരു നേതാക്കളോടും നേതൃമാറ്റത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അടുത്ത മാസം ഡൽഹിയിൽ ചേരുന്ന കേന്ദ്ര സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കുമെന്നായിരുന്നു A അസീസിന്റെ പ്രതികരണം. കേന്ദ്ര കമ്മിറ്റിയും ഫെബ്രുവരി മാസം 10, 11, 12 തീയതികളിൽ ഡൽഹിയിൽ കൂടുന്നുണ്ട്. ഞാനും പോകുന്നുണ്ട്. അവിടെയും ഈ കാര്യം ചർച്ച ചെയ്തതിന് ശേഷം ആ കേന്ദ്ര മാറ്റം വേണമെന്ന് ഒരു സൂചന നേരത്തെ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അത് ആ ചർച്ചയ്ക്ക് ശേഷം ഔദ്യോഗികമായി ഞാൻ നിങ്ങളെ അറിയിക്കാം. നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ലെന്നും അത്തരം തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ ഉചിതമായ സമയത്ത് പ്രതികരിക്കുമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. മാധ്യമങ്ങൾ കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു അറിഞ്ഞത്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചർച്ചയും ഈ നിമിഷം വരെ നടന്നിട്ടില്ല. അത് എങ്ങനെ വാർത്ത വന്നു എന്നുള്ളത് എനിക്കറിയില്ല.
അത് ഏതെങ്കിലും സമയത്ത് അങ്ങനെ വല്ല ചർച്ചകൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് യഥേഷ്ടം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പാർട്ടി ഒറ്റക്കെട്ടായി നേരിടുമെന്നും ഷിബു ബേബി ജോൺ പ്രതികരിച്ചു. RSP സംസ്ഥാന സെക്രട്ടറിയായി ഷിബു ബേബി ജോൺ വരണമെന്ന് കഴിഞ്ഞ സമ്മേളന കാലയളവിൽ തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. സമ്മേളനത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ തെരഞ്ഞെടുപ്പ് തോൽവികൾ മുൻനിർത്തി വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു. ന്യൂസ് 18 കൊല്ലം. ഇനി നാവികസേനയെ സംബന്ധിച്ച് അവർക്ക് വളരെ അഭിമാനകരമായ, രാജ്യത്തിന് വളരെ അഭിമാനകരമായ ഒരു റിപ്പോർട്ടിലേക്കാണ്. നാവികസേനയുടെ കാൽവരി ശ്രേണിയുടെ ഭാഗമായ 5ാമത്തെ മുങ്ങിക്കപ്പൽ വകീർ തിങ്കളാഴ്ച കമ്മീഷൻ ചെയ്യുമെന്നുള്ളതാണ്. നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരി ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തും. ഫ്രാൻസിലെ MS നേവൽ ഗ്രൂപ്പുമായി ചേർന്ന് മുംബൈയിലെ മസാഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡാണ് മുങ്ങിക്കപ്പൽ നിർമ്മിച്ചത്. Diving stations. Incoming torpedo, green 50. Countermeasures fired, fire tube 1. യെസ്, ഇനി പ്രഭാത കേരളം കിടക്കുന്നത് ദേശീയ വാർത്തകളിലേക്കാണ്. ദേശീയ വാർത്തകളുടെ പൊതുചിത്രം ER രാഖേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും പങ്കുവയ്ക്കുന്നത്. രാഖേഷ്, ദേശീയ തലത്തിൽ ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ്. ഡൽഹിയിലെ റെസ്ലേഴ്സും അവരുടെ ഫെഡറേഷൻ തമ്മിലുള്ള സമരം, അതിൽ നടക്കുന്ന ഇടപെടലുകൾ, ഒപ്പം തന്നെ ദേശീയ തലത്തിലെ രാഷ്ട്രീയ നീക്കങ്ങൾ, ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, അതിന്റെ തുടർ രാഷ്ട്രീയ ചർച്ചകൾ, ഇങ്ങനെ സമ്പന്നമല്ലേ ദേശീയ വാർത്തകൾ ഇന്നത്തെ ദിവസം? എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? സജിത്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഗുസ്തി താരങ്ങൾ അവരുടെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല. ദേശീയ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് രാജി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര കശ്മീരിൽ പര്യടനം തുടരുകയാണ്. തുടങ്ങിയ പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളാണുള്ളത്. ഗുസ്തി താരങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. അതായത് ലൈംഗിക ആരോപണത്തിൽ ദേശീയ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് രാജിവെക്കണമെന്ന ആവശ്യത്തിൽ താരങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂറുമായി താരങ്ങൾ ചർച്ച നടത്തിയിരുന്നു. രാത്രി 10:30 ആരംഭിച്ച ചർച്ച ഏതാണ്ട് 4 മണിക്കൂർ പുലർച്ചെ വരെ നീണ്ടു നിന്നു. പക്ഷേ ഗുസ്തി താരങ്ങൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ ഒരു തീരുമാനമുണ്ടായില്ല. പ്രധാനമായും 3 ആവശ്യങ്ങളാണ് താരങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് രാജിവെക്കണം, പുറത്താക്കണമെന്ന ആവശ്യം കായിക താരങ്ങൾ മുന്നോട്ട് വെക്കുന്നു. രണ്ടാമതായി ഗുസ്തി ഫെഡറേഷനുകൾ, സംസ്ഥാന തലത്തിലടക്കം ഗുസ്തി ഫെഡറേഷനുകൾ പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യമാണ് താരങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. മൂന്നാമതായി കായിക താരങ്ങൾക്ക് പരിശീലനത്തിന് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, ഒപ്പം തന്നെ അവർക്ക് സുരക്ഷ ഉറപ്പാക്കണം. ഈ ആവശ്യങ്ങളാണ് പ്രധാനമായും ഗുസ്തി താരങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് 2 ദിവസമായി ജന്തർ മന്ദിറിൽ ഗുസ്തി താരങ്ങളുടെ സമരം തുടരുന്നതും. എന്നാൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത് ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായ ബ്രിജ്ശരൺ ഭൂഷൺ സിംഗ്. ബ്രിജ്ശരൺ BJPയുടെ പ്രധാനപ്പെട്ട നേതാവാണ്, നിലവിൽ ലോക്സഭാംഗമാണ്, ഗോണ്ടയിൽ നിന്നുള്ള പ്രധാന നേതാവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഏകപക്ഷീയമായ നടപടിയിലേക്ക് കേന്ദ്ര സർക്കാരിനെ കടക്കാൻ അത് പിന്നോട്ടടിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഗുസ്തി ഫെഡറേഷനുകൾ മൊത്തത്തിൽ ഒരു അഴിച്ചുപണി എന്നത് പെട്ടെന്ന് നടപ്പാവുന്ന കാര്യമല്ല, അത് ആ സംഘടനയുടെ പ്രവർത്തനം തന്നെ ബാധിക്കും. ഇതാണ് ഗുസ്തി കേന്ദ്ര സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ ഗുസ്തി ഫെഡറേഷനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ വിശദീകരണം ദേശീയ ഗുസ്തി ഫെഡറേഷൻ നൽകുകയും ചെയ്തിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കായിക താരങ്ങൾ, ഈ സമരത്തിൽ നയിക്കുന്ന കായിക താരങ്ങൾ ദേശീയ തലത്തിൽ ഇന്ത്യക്കായി നിരവധി മെഡലുകൾ നേടിയ താരങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച വനിതാ ഗുസ്തി താരമാണ് വിനേഷ് ഫോഗട്ട്. 3 തവണ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായി 3 തവണ തുടർച്ചയായി സ്വർണം നേടിയ താരമാണ്. മറ്റൊന്ന് സാക്ഷി മാലിക്, ഒളിമ്പിക്സിൽ മെഡൽ ജേതാവാണ്. ബജ്രംഗ് പൂനിയ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ ജേതാവാണ്. ഈ താരങ്ങളാണ് മറുവശത്ത് സമരവുമായി മുന്നിൽ നിൽക്കുന്നത്. അതും കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. കാരണം അവരുടെ ആവശ്യങ്ങൾ തള്ളിക്കളയുക കേന്ദ്ര സർക്കാരിന് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു സമവായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ബവിത ഫോഗോട്ടാണ് മധ്യസ്ഥ ശ്രമത്തിന് നേതൃത്വം നൽകുന്നത്. ബവിത ഫോഗോട്ട് നേരത്തെ ഗുസ്തി താരമായിരുന്നു, ഇപ്പോൾ BJP നേതാവാണ്. ബവിത ഫോഗോട്ടിന്റെ അടുത്ത ബന്ധു കൂടിയാണ് ഈ സമരത്തിലുള്ള വിനേഷ് ഫോഗോട്ട്. ഇങ്ങനെ കായിക താരങ്ങളുമായി ബവിത ഫോഗോട്ട് മുഖേനയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതായാലും ബ്രിജ്ഭൂഷനെ പുറത്താക്കാതെ
രാജിവെക്കാതെ സമരത്തിൽ നിന്നുള്ള പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെ താരങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഏതായാലും 10 മണിക്ക് ജന്തർ മന്ദിറിൽ താരങ്ങളുടെ സമരം വീണ്ടും ആരംഭിക്കും. അതിനുശേഷം 11 മണിയോടുകൂടിയായിരിക്കും ചർച്ച നടക്കുക. ഏതായാലും മറ്റന്നാൾ ഒരു നിർണായക യോഗം നടക്കുന്നുണ്ട്. ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ അയോധ്യയിൽ വെച്ചാണ് ഈ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ രാജിവെച്ചുകൊണ്ട് പുറത്തു പോകാനുള്ള അവസരം ഒരുപക്ഷെ ബ്രിജ്ഭൂഷൺ ഭൂഷൺ നൽകാനുള്ള നീക്കമായിരിക്കും. അത്തരമൊരു ഉപാധിയായിരിക്കും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുക. ഇതിനോട് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയണം. കാരണം ദേശീയ ഗുസ്തി ഫെഡറേഷനിൽ കഴിഞ്ഞ 2011 മുതൽ ഈ സംഘടനയുടെ തലപ്പത്ത് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ബ്രിജ്ഭൂഷൺ ഈ കേന്ദ്ര സർക്കാർ അത്തരമൊരു സമവായ നീക്കങ്ങൾ മുന്നോട്ട് വെച്ചാൽ എന്തായിരിക്കും ബ്രിജ്ഭൂഷൺ ഭൂഷന്റെ പ്രതികരണം എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് താരങ്ങളുടെ തീരുമാനം. മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഭാരത് ജോഡോ യാത്രയാണ്. ഭാരത് ജോഡോ യാത്ര 126 ദിവസമായി ഇപ്പോൾ പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. അതിപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നലെ വൈകിട്ടാണ് ഭാരത് ജോഡോ യാത്ര ജമ്മു കാശ്മീരിൽ പ്രവേശിച്ചത്. ലഖൻപൂർ അതിർത്തി വഴിയാണ് ഭാരത് ജോഡോ യാത്ര ജമ്മു കാശ്മീരിൽ കയറിയത്. ഏതായാലും ഇന്ത്യ കണ്ട സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയൊരു മുന്നേറ്റമായി ഇതിനെ വിലയിരുത്താം. കാരണം ഒരു രാഷ്ട്രീയ നേതാവും ഇത്തരത്തിലൊരു കാൽനടയായ ഒരു വലിയ യാത്ര സമീപകാലത്തൊന്നും തന്നെ സംഘടിപ്പിച്ചിട്ടില്ല. അത് രാഷ്ട്രീയമായി ഏത് തരത്തിൽ കോൺഗ്രസിന് ഗുണം ചെയ്യും എന്ന കാര്യങ്ങളൊക്കെ കണ്ടറിയേണ്ട വിഷയമാണ്. പക്ഷേ ഏതായാലും ആ യാത്ര ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇപ്പോൾ ജമ്മു മേഖലയിലാണ് യാത്ര പര്യടനം നടത്തുന്നത്. ജമ്മു മേഖലയിലെ 3 ജില്ലകളിൽ യാത്ര പര്യടനം നടത്തും. അതിനുശേഷമായിരിക്കും കശ്മീർ മേഖലയിലേക്ക് യാത്ര പ്രവേശിക്കുക. 30-ാം തീയതിയാണ് യാത്രയുടെ സമാപനം. ഈ സമാപനം വലിയൊരു മഹാസമ്മേളനമായി പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഐക്യവേദിയായി മാറ്റാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. സജിത്. അതാണ് ദേശീയ വാർത്തകളുടെ പൊതുചിത്രം. ഇ ആർ രാകേഷ് വിശദമായ റിപ്പോർട്ടാണ് നൽകിയത്. പ്രത്യേകിച്ചും ഗുസ്തി താരങ്ങളുടെ സമരം അടക്കം അതിന്റെ രാഷ്ട്രീയം അടക്കം വളരെ പ്രസക്തമാണ്. അതാണ് രാകേഷ് വിവരിച്ചതും. അപ്പൊ നമ്മൾ പോകുന്നത് ഇനി മനോഹരമായി ഒരു ന്യൂസ് വിഷ്വൽ സ്റ്റോറിയിലേക്കാണ്. കോഴിക്കോട് നിന്നാണ്. വന്യജീവികൾ കാടിറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. നമ്മൾ ഈ PT7ന്റെയും PM2വിന്റെയും കടുവാ ഭീഷണിയൊക്കെ എല്ലാ ദിവസവും പങ്കുവെക്കുന്നതാണ്. ഇങ്ങനെ കോഴിക്കോട് നഗരത്തിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ ക്യാമറമാൻ ശ്രീ കല്ലുമുട്ടി പകർത്തിയ ദൃശ്യങ്ങളാണ്. അന്തർദേശീയ തലത്തിലും കായിക തലത്തിലും അടക്കം നിരവധി വാർത്തകളിലുണ്ട്. ആ വാർത്തകളിലേക്ക് വളരെ വേഗത്തിൽ മടങ്ങിയെത്താം. ഒരിടവേള. നമ്മൾ പോകുന്നത് അന്തർദേശീയ വാർത്തകളിലേക്കാണ്. അവിടെ നിന്നും മനു ഭരത്താണ് ചേരുന്നത്. മനു, ഈ റഷ്യയെ നേരിടാൻ ഉക്രൈന് $250 കോടി സഹായമാണ് US പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതടക്കം നിരവധി അന്താരാഷ്ട്ര വാർത്തകളുണ്ടല്ലോ. സമഗ്രമായി തന്നെ നമുക്ക് കടക്കാം, അല്ലേ? അതെ, രഞ്ജിനി സൂചിപ്പിച്ചതുമാതിരി പോലെ തന്നെ ഒരു സഹായ വാഗ്ദാനവുമായി അമേരിക്ക എത്തിയിരിക്കുന്നു. ഏതായാലും കീവിൽ നിന്ന് തന്നെയാണ് ഇന്ന് ഉള്ള പ്രധാന അന്താരാഷ്ട്ര വാർത്തകൾ. നമുക്ക് അതൊന്ന് വിശദമായി പരിശോധിക്കാം. പാശ്ചാത്യ സഖ്യരാജ്യങ്ങൾ ആയുധം നൽകുന്നത് വൈകുന്തോറും യുദ്ധഭൂമിയിൽ തങ്ങൾ കൊല്ലപ്പെടുകയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നു. പ്രചോദനവും ധാർമ്മിക പിന്തുണയും മാത്രമല്ല യുക്രൈന് വേണ്ടത്, പൊരുതാനുള്ള ആയുധങ്ങളാണ്. അത് നൽകിയാൽ
മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പാശ്ചാത്യ രാജ്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നത് നിരാശാജനകമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. യുക്രൈന് ആയുധങ്ങൾ നൽകുന്നതിനെ സംബന്ധിച്ച് ഈ ആഴ്ച ചർച്ച ചെയ്യാമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ പിന്തുണയും ആയുധ സഹായവും നൽകുന്നുണ്ടെങ്കിലും അത് യുക്രൈൻ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ല എന്നാണ് അവരുടെ ഒരു വിമർശനം. ഏതായാലും ഈ പിന്തുണ കൊണ്ട് മാത്രം മുന്നോട്ട് പോകാനാകില്ല, ആയുധങ്ങൾ വേണം. കാരണം കഴിഞ്ഞ 11 മാസമായി നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിരോധമാണ്. അത് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ആവശ്യമായ സാങ്കേതിക പിന്തുണ കൂടി വേണം എന്നാണ് യുക്രൈൻ വ്യക്തമാക്കുന്നത്. ഏതായാലും അത് എത്രമാത്രം ഫലവത്താകും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതേസമയം ഈ ആവശ്യങ്ങൾ മുന്നോട്ട് യുക്രൈൻ വെക്കുന്നതിനിടയിൽ തന്നെയാണ് അമേരിക്ക ഒരു പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. റഷ്യയെ നേരിടുന്നതിനായി യുക്രൈന് $250 കോടി സുരക്ഷാ സഹായം അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ ആയുധങ്ങളും യുദ്ധ ഉപകരണങ്ങളും അടങ്ങിയ ഒരു പാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം കീവ് ആവശ്യപ്പെട്ടിട്ടുള്ള യുദ്ധ ടാങ്കുകൾ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് ഉള്ള ടാങ്കുകൾ യുക്രൈൻ ആഗ്രഹിക്കുന്നു. ജർമ്മനി, ബ്രിട്ടൻ, അമേരിക്ക, പോളണ്ട് തുടങ്ങിയ സഖ്യരാജ്യങ്ങളിൽ നിന്ന് കരുത്തുറ്റ ആയുധങ്ങൾ ലഭിക്കുന്നത് കാത്തിരിക്കുകയാണ് യുക്രൈൻ. മറ്റൊരു പ്രധാന വാർത്ത വരുന്നത് നേപ്പാളിൽ നിന്നാണ്. നേപ്പാളിൽ നാടിനെ നടുക്കിയ ഒരു വിമാന അപകടം നടന്നിരുന്നു. അതിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ അതിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. വലിയ നടുക്കത്തോടു കൂടിയാണ് നേപ്പാളിൽ തുടർച്ചയായുള്ള വിമാന ദുരന്തങ്ങളെ സംബന്ധിച്ച് ലോകം ശ്രവിച്ചത്. അപ്പോൾ അതിന്റെ അന്വേഷണം, എന്തുകൊണ്ടാണ് ഈ വിമാന അപകടം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് അപകടം എന്നുള്ളതിനെ സംബന്ധിച്ച് വിദഗ്ധർ പലതരത്തിലുള്ള അനുമാനങ്ങൾ നടത്തുന്നു. വിമാനം ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ചിറകുകളുടെ പുറംപാളിയെ പൂർണ്ണമായി വിന്യസിക്കുന്നതിൽ പൈലറ്റ് പരാജയപ്പെട്ടതാകാം ദുരന്തത്തിന് കാരണം എന്ന് വിദഗ്ധർ അനുമാനിക്കുന്നു. കാരണം ഈ പുറംപാളികൾ വിന്യസിച്ചാൽ മാത്രമേ വളരെ അപകടമില്ലാതെ വളരെ സുഗമമായി വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയൂ. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു സാങ്കേതികമായ വീഴ്ച പറ്റിയിട്ടുണ്ടാകാം എന്നതാണ് അനുമാനം. ഏതായാലും പക്ഷെ അത് ഉറപ്പിക്കാനുള്ള ഒരു സമയം ആയിട്ടില്ല. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും അതുപോലെ ബ്ലാക്ക് ബോക്സും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇതിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. ഇസ്രയേലിൽ നിന്ന് മറ്റൊരു പ്രധാന വാർത്ത വരുന്നു. ഇസ്രയേൽ സൈന്യത്തെ സംബന്ധിച്ചതാണ് ഈ വാർത്ത. വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൗമാരപ്രായക്കാരനായ ഒരു പാലസ്തീനി കൊല്ലപ്പെട്ടിരിക്കുന്നു. 15-കാരനാണ് മരിച്ചത്. അൽഫഫാർ അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ 15 വയസ്സുള്ള സെയ്ദ് ഫാദിലിന് നേരെയാണ് വെടിവെപ്പുണ്ടായത്. ആ 15-കാരൻ വെടിയേറ്റു. മറ്റ് 4 യുവാക്കൾക്ക് കൂടി വെടിയേറ്റിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ ഒരു 15-കാരൻ മരിച്ചു എന്ന ദുഃഖകരമായ ഒരു വാർത്ത കൂടി നമുക്ക് വെസ്റ്റ് ബാങ്കിൽ നിന്ന് വരുന്നു. മറ്റൊരു പ്രധാന വാർത്ത ഈ കാബൂളിലുള്ള അതിശൈത്യമാണ്. നമുക്കറിയാം, ഇന്ത്യയിലും ഉത്തരേന്ത്യയിൽ പ്രധാനമായി ഈ ശൈത്യം വലിയ തോതിൽ അവിടെ ആളുകളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ കാബൂളിൽ അതിനേക്കാൾ കൂടുതൽ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്ന ഈ ശൈത്യം. അതിശൈത്യം കാബൂളിൽ ഒരാഴ്ചക്കിടെ 78 പേർ ഇത് അതിശൈത്യം മൂലം മരിച്ചതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. താലിബാൻ ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തിയിരിക്കുന്നു. 75,000-ലധികം കന്നുകാലികൾ ചത്തതായും ഈ അഫ്ഗാൻ പ്രകൃതി ദുരന്ത നിവാരണ മന്ത്രാലയത്തിന്റെ വക്താവ് വ്യക്തമാക്കുന്നു. അങ്ങനെ അതിശൈത്യം രാജ്യത്ത് വലിയ പ്രശ്നങ്ങളാണ് കാബൂളിൽ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അതിജീവിക്കാനുള്ള ശ്രമവും ആ രാജ്യം ആരംഭിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന അന്താരാഷ്ട്ര വാർത്തകൾ. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളുമായി രഞ്ജിനിയും സജിത്തും ചേരും. ഓവർ ടു യു രഞ്ജിനി ആൻഡ് സജിത്ത്. അന്താരാഷ്ട്ര വാർത്തകളുടെ ഒരു സമഗ്ര ചിത്രമാണ് മനു ഭരത് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇനി നമ്മൾ മലപ്പുറത്തേക്കാണ് പോകുന്നത്. മലപ്പുറത്ത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് മലപ്പുറത്ത് നിന്നും പുറത്തു വരുന്നത്, അല്ലേ? തീർച്ചയായും 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട വാക്സിൻ ഇപ്പോൾ മലപ്പുറത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമല്ല എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഇതിന് ആരോഗ്യവകുപ്പ് കാരണമായി പറയുന്നത് വാക്സിന്റെ ലഭ്യത കുറഞ്ഞു വരുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇത് സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 2000-ലധികം രൂപ നൽകേണ്ട സാഹചര്യമാണുള്ളത്. ആ റിപ്പോർട്ട് നമുക്ക് കാണാം.
മെനിഞ്ചൈറ്റിസ് അടക്കമുള്ള രോഗബാധകൾ തടയാനുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് ന്യൂമോകോക്കൽ വാക്സിൻ അഥവാ PCV. 1 വയസ്സിന് മുൻപ് 3 ഡോസുകളാണ് ഈ മരുന്ന് കുഞ്ഞിന് നൽകേണ്ടത്. എന്നാൽ മലപ്പുറത്തെ സർക്കാർ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ മിക്കയിടത്തും ഈ വാക്സിൻ ഇപ്പോൾ ലഭിക്കുന്നില്ല. വാക്സിൻ വരുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് മടക്കി അയക്കുകയാണ്. കോവിഡ് പോലുള്ള രോഗങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രതിരോധം എന്നുള്ള രീതിയിലാണ് നമ്മൾ വാക്സിന് ചെയ്യുന്നത്. അപ്പൊ അത് ലഭിക്കാത്തതിൽ ചെറിയ കുട്ടികളല്ലേ, പെട്ടെന്ന് രോഗം പടരാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് ടെൻഷൻ ഉണ്ട്. എല്ലാവരും പുറത്തൊക്കെ പോയി വരുന്നൊരു സാഹചര്യത്തിൽ വീട്ടിൽ നിൽക്കാനാണെങ്കിലും വാക്സിൻ ഇല്ല, വാക്സിന് കിട്ടുന്നില്ലേന്ന് അവര് ചോദിക്കുമ്പോൾ അറിയിക്കാന്ന് പറയുന്നുണ്ട്. നമ്പർ വാങ്ങിച്ചിട്ട് വിളിക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ വിളിച്ചിട്ടില്ല. വാക്സിന്റെ ലഭ്യതക്കുറവാണ് ഇതിന് കാരണമായി ജില്ലയിലെ ആരോഗ്യവകുപ്പ് അധികൃതർ വിശദീകരിക്കുന്നത്. ഈ വാക്സിൻ നൽകാൻ അല്പം വൈകിയാലും ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും അധികൃതർ പറയുന്നു. സ്വകാര്യ ആശുപത്രികളിൽ 2000 രൂപ മുതൽ മുകളിലേക്കാണ് ഈ വാക്സിന്റെ വില. അതുകൊണ്ട് സാധാരണക്കാരെല്ലാം കൂടുതലായും ആശ്രയിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളെ തന്നെ. എന്നാൽ സംസ്ഥാന തലത്തിൽ അത്തരത്തിലൊരു ക്ഷാമമില്ലെന്ന് ആരോഗ്യവകുപ്പിലെ ഉന്നതർ പറയുമ്പോൾ മലപ്പുറത്ത് എന്തുകൊണ്ടാണ് വാക്സിൻ ക്ഷാമം എന്നതാണ് അറിയേണ്ടത്. ന്യൂസ് 18 മലപ്പുറം. സന്നിധാനത്തെ ഈ മനോഹര കാഴ്ചയോടുകൂടി പ്രഭാത കേരളം അവസാനിക്കുള്ള സമയമായിരിക്കുകയാണെങ്കിൽ എന്തായാലും നിരവധി വാർത്തകളുണ്ട്. ഇന്ന് വാർത്തകളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് സ്വാഭാവികമായും തിരുവനന്തപുരവും കൊച്ചിയുമായിരിക്കും. അതായത് വാർത്തയുടെ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പൊതുചിത്രമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. എന്തായാലും വാർത്തകൾ അവസാനിക്കുന്നില്ല, വാർത്തകൾ തുടരും. ന്യൂസ് 18 വാർത്തയുടെ സമഗ്രതകളുമായി വരുന്ന മണിക്കൂറുകളിലും പ്രേക്ഷകർക്ക് മുന്നിലെത്തും. എന്തായാലും പ്രഭാത കേരളം ഇന്നിവിടെ പൂർത്തിയാവുകയാണ്. വീണ്ടും പ്രഭാത കേരളം നാളെയും ഉണ്ടാകും. എന്തായാലും വാർത്തകൾ അവസാനിക്കുന്നില്ല, തുടരും. എന്തായാലും ഇന്നേക്ക് വിടാം. നമസ്കാരം.